जय कुंज बिहारी जय गोपी जन वल्लभ जय गिरिवरधारी जय गोपी जन वल्लभ जय गिरिवरधारी यशोदनंदन ब्रज जन रंजन यशोदनंदन ब्रज जन रंजन यशोदनंदन ब्रज जन रंजन यमुना तीर वनचारी यमुना तीर वनचारी जय राधा माधव जय कुंज बिहारी हरे कृष्णा कृष्ण कृष्णा हरे 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 रामा राम रामा हरे 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 कृष्णा कृष्ण कृष्णा हरे 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 रामा राम रामा हरे 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 कृष्ण हरे कृष्ण थैंक यू ഒരിക്കൽ കൂടി സുശീം പ്രഭു ഹരേ കൃഷ്ണ ശ്യാം സുധീർ പ്രഭു സിനി മാതാജി ഹരേ കൃഷ്ണ അനിത മാതാജി ഹരേ കൃഷ്ണ അനിൽ പ്രഭു ഹരേ കൃഷ്ണ സുഷ്മ മാതാജി ഹരേ കൃഷ്ണ രാശി രാഹുൽ ഹരേ കൃഷ്ണ അനഭി അഭിനവ് ഹരേ കൃഷ്ണ സിമി ഹരേ കൃഷ്ണ അഭിരാമി ഭദ്ര ഹരേ കൃഷ്ണ നിഷാജി ഹരേ കൃഷ്ണ ജയലക്ഷ്മി മാതാജി ഹരേ കൃഷ്ണ അല്ലു ഹരേ കൃഷ്ണ ഊഹു ഹരേ കൃഷ്ണ പാർത്ഥിവ് ഹരേ കൃഷ്ണ സാന്റി മാതാജി ഹരേ കൃഷ്ണ മീരാജി ഹരേ കൃഷ്ണ സുഭദ്ര ആനന്ദമയി ദേവിദാസ് മാതാജി ഹരേ കൃഷ്ണ ഗോപിനാഥ് പ്രഭു ഹരേ കൃഷ്ണ ശ്രദ്ധ ഹരേ കൃഷ്ണ റിജു ഹരേ കൃഷ്ണ മാതാജി ഹരേ കൃഷ്ണ രാജീവ് പ്രഭു ശുഭ മാതാജി നന്ദന നയന ഹരേ കൃഷ്ണ സുമ മാതാജി ഹരേ കൃഷ്ണ പ്രഭു ഹരേ കൃഷ്ണ ഹോസ്റ്റ് ഹരേ കൃഷ്ണ അനിത മാതാജി ഹരേ കൃഷ്ണ ശില്പ മാതാജി ഹരേ കൃഷ്ണ ആരെങ്കിലും പരിജാതം ടീച്ചർ ഹരേ കൃഷ്ണ ദാസേട്ട ഹരേ കൃഷ്ണ പാർത്ഥിവ് ഹരേ കൃഷ്ണ സാന്റി മാതാജി ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഇന്ന് കുന്തി ദേവിയുടെ പ്രാർത്ഥനകൾ നമുക്ക് വേണ്ടിയിട്ട് പാണ്ഡവരുടെ അമ്മ ഭഗവാന്റെ അച്ഛന്റെ സഹോദരി എന്തെല്ലാം പ്രയാസങ്ങൾ വന്നിട്ടും കുന്തിദേവി ഒരിക്കലും മനസ്സാകുലമായില്ല. സ്ഥിരചിത്തതയോടെ ഭഗവാനെ കൃഷ്ണനെ വിളിച്ചു. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് അവസാനം വരെ ആ കുടുംബത്തിൽ ഭഗവാൻ കൂടെ ഒപ്പമുണ്ടായിരുന്നു. ഒരിക്കലും ആക്ച്വലി അവര് മാനസികമായിട്ട് പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നില്ല. സന്തോഷത്തിലായിരുന്നു പാണ്ഡവര്. വനത്തിലായിരുന്നെങ്കിലും കൊട്ടാരത്തിലാണെങ്കിലും ഒക്കെ അവര് വളരെ സന്തോഷവാന്മാരായിരുന്നു. കാര്യം ഭഗവാൻ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും ഭഗവാൻ നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുന്തി അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് തീർക്കണം. 8:45 നമ്മുടെ കട്ട് ഡൗൺ ടൈമാണ്. ഹർ ഗ്രേസ് ശ്യാമ സ്മിത ദേവിദാസി മാതാജിയെ സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ എല്ലാവർക്കും. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. ഹരേ കൃഷ്ണ. അപ്പൊ ഞാനും കൂടുതൽ സമയം കളയുന്നില്ല, സ്ട്രൈറ്റ് ഞാൻ ടോപ്പിക് സംസാരിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മള് പ്രഭു ഓൾറെഡി പറഞ്ഞതും ഇൻഫോം ചെയ്ത പോലെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുന്തി സ്തുതിയെ കുറിച്ചാണ്.
പ്രഭു ഓൾറെഡി പറഞ്ഞു, ഭാഗവതത്തിന്റെ ആദ്യത്തെ ഫസ്റ്റ് കാൻഡോയിലാണ്, ആദ്യത്തെ കാണ്ഡത്തിലാണ് ഈ കുന്തിസ്തുതി വരുന്നത്. അധ്യായം 8 കുന്തിസ്തുതി ഉള്ളത്. അപ്പൊ നമുക്കറിയാം, നമ്മളെല്ലാവരും ജപിക്കുന്നത്, ആൾക്കാർ ജപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്തിനാണ് നമ്മൾ ജപിക്കുന്നത്? വാട്ട് ഈസ് അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് ചാൻഡിങ് അല്ലെങ്കിൽ ജപം? അതിന്റെ ലക്ഷ്യം എന്താണ്? ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഭഗവാനോടുള്ള സ്നേഹം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ജപം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഡിവോഷൻ അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുന്നതില് 64 അംഗങ്ങളുണ്ട്. ഓക്കെ, ചൈതന്യ മഹാപ്രഭു സനാതൻ ഗോസ്വാമിയോട് പറയുന്നുണ്ട്, ഈ ഡിവോഷണൽ സർവീസ് എന്ന് പറയുന്നതില് 64 അംഗങ്ങളുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനമായത് എന്താണ്? ജപം തന്നെയാണ്. എല്ലാ സ്ക്രിപ്റ്റേഴ്സിലും പറയുന്നത് പോലെ തന്നെ ചൈതന്യ മഹാപ്രഭുവും പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആദ്യം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ജപം എന്നാണ്. ഇനി ബാക്കിയുള്ള 64 അംഗങ്ങൾ, നമ്മൾ ആ 64 അംഗങ്ങളുമായിട്ട് കണക്റ്റഡ് ആയി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കുള്ള ഗുണം എന്താണ്? നമുക്ക് ജപിക്കാനുള്ള ഇൻട്രസ്റ്റ്, രസം ഉണ്ടാവും. നമ്മൾ ഈ 64 അംഗങ്ങൾ ചെയ്യുമ്പോൾ ഈ ഓരോ അംഗങ്ങളും, ഈ 64 അംഗങ്ങൾ എന്ന് പറയുന്നത് ഓരോ അംഗങ്ങൾക്കും അതിൻ്റെതായ ഒരു ചാമുണ്ട്. അതായത് ഇപ്പൊ ഓരോ അംഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ജപമാവാം, ചിലർക്ക് സേവ ആവാം, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവും, കീർത്തനാവാം. ഇതൊക്കെ ഈ അംഗങ്ങളിൽ പെട്ടതാണ്. അപ്പൊ ഇത് ഓരോ അംഗങ്ങൾക്കും അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. പക്ഷേ നമ്മൾ ഈ അംഗങ്ങൾ, ബാക്കിയുള്ള അംഗങ്ങൾ കൂടെ ചെയ്യുന്ന സമയത്ത് ജപിച്ച് അത് കൂടെ ചെയ്യുമ്പോൾ ജപത്തിൽ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, നമുക്ക് കുറച്ചുകൂടെ ആസ്വദിക്കാൻ പറ്റും ജപം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഓരോരുത്തരും ഡിഫറെന്റ് ആണ്. എനിക്കുള്ള ഇഷ്ടമായിരിക്കണം എന്നില്ല വേറൊരാൾക്ക് ഉണ്ടാവുന്നത്, അവരുടെ ഇഷ്ടമായിരിക്കണം എന്നില്ല വേറൊരാൾക്ക് ഉണ്ടാവുന്നത്. ചിലർക്ക് ജപിക്കാൻ ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഭഗവാന് വേണ്ടിയിട്ട് പാചകം ചെയ്യാം, കുക്ക് ചെയ്യാൻ ഇഷ്ടമായിരിക്കും, ചിലർക്ക് കീർത്തനായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഡെയ്റ്റി വർഷിപ്പ്, ഭഗവാന്റെ സേവയായിരിക്കും ഇഷ്ടം, ചിലർക്ക് പ്രീച്ചിങ് ആയിരിക്കും ഇഷ്ടം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. ഈ അതിൽ ഒന്നാണ് വിദ്യാപതിഹി എന്ന് പറയുന്നത്, ഓഫറിംഗ് പ്രയേഴ്സ് ടു കൃഷ്ണ. അതായത് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ ചൊല്ലുന്നതിനെയാണ് വിദ്യാപതിഹി എന്ന് പറയുന്നത്. ആൻഡ് അതില് വേറൊരു അംഗം വരുന്നതാണ്, ഞാൻ ഈ 64 അംഗങ്ങൾ പറഞ്ഞതിൽ ഒന്നാണ് ഈ വിദ്യാപതിഹി എന്ന് പറയുന്നത്, അതായത് ഓഫറിംഗ് പ്രയേഴ്സ് ടു കൃഷ്ണ. ആൻഡ് വേറൊരു അംഗമുള്ളതാണ് സ്തവപാഠ. സ്തവപാഠ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധേയമായ പ്രാർത്ഥനകൾ. ഈ സ്ക്രിപ്റ്റേഴ്സിലുള്ള, നമ്മുടെ വേദങ്ങളിലും ഭാഗവതത്തിലും ഇതിലൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന വളരെ ശ്രദ്ധേയമായ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രാർത്ഥനകൾ ചൊല്ലുക. റിസൈറ്റിംഗ് നോട്ടബിൾ പ്രയേഴ്സ്, അതാണ് സ്തവപാഠ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ശാസ്ത്രങ്ങളില് ഒരുപാട് പ്രാർത്ഥനകൾ ഉണ്ട്. ആൻഡ് ഇതെല്ലാം വളരെ ഭഗവാന്റെ ഉന്നതരായ ഭക്തന്മാര് രചിച്ചിട്ടുള്ളതാണ്. ആൻഡ് ശ്രീമദ് ഭാഗവതത്തിലും ഒരുപാട് സ്തുതികളും ഗീതങ്ങളും ഉണ്ട്. നമുക്കറിയാം, ഇപ്പൊ ഞാൻ എടുക്കാൻ പോകുന്നത് കുന്തി സ്തുതി, അത് പ്രഭു ഓൾറെഡി സംസാരിച്ചു. ഭീഷ്മസ്തുതി, പൃഥുസ്തുതി, ധരാസ്തുതി, ഗജേന്ദ്ര സ്തുതി, രുദ്രഗീതം, ഗോപികാഗീതം, ഉദ്ധവഗീത, ഭഗവത്ഗീത, ഇങ്ങനെ ഒരുപാട് സ്തുതികള് ഭഗവാന്റെ എക്സോൾട്ടഡ് ആയിട്ടുള്ള, അതായത് വളരെ ഉന്നതരായ ഡിവോട്ടീസ് പറഞ്ഞതുണ്ട്. ഇനി ഈ ഉന്നതരായ ഭക്തരുടെ ഈ സ്തുതികൾ നമ്മൾ എന്തുകൊണ്ട് പറയുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ അത് ചൂസ് ചെയ്യുന്നത്? അതെല്ലാം സാധാരണ വാക്കുകളല്ല. അവര് ഭഗവാനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വാക്കുകളെല്ലാം അതീന്ദ്രിയമാണ്. അത് സാധാരണ ഒരു പുസ്തകം വായിച്ചത് കൊണ്ടോ നമ്മൾ എന്തെങ്കിലും എന്താ പറയാ ആർഗ്യുമെന്റ് ചെയ്തത് കൊണ്ടോ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ സ്തുതികളിൽ അടങ്ങിയിരിക്കുന്നത്. അത് വളരെ ആഴവും അതുപോലെ അവര് ഫിലോസഫിക്കലി വളരെ ഡീപ്പായിട്ടുള്ള സബ്ജക്റ്റും ആയിരിക്കും അവർ ആ സ്തുതികളിലൂടെ നമുക്ക് പറയുന്നുണ്ടായിരുന്നു. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം ഉന്നതരായ ഭക്തരുടെ ഹൃദയത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഉന്നത ഭക്തന്മാരുടെ സ്തുതികൾ നമ്മൾ വായിക്കുന്നത്. വേറെ പറയുന്നത് എന്താണ്? മഹാജനോ യേന ഗത സ പന്താഹ.
എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മഹാജനങ്ങളുടെ പാത പിന്തുടരണം. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ധർമ്മം എവിടെയാണുള്ളത്, സത്യം സത്യം എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക? ഈ ഉന്നതരായ ഭക്തരുടെ ഹൃദയത്തിലാണ്. പിന്നെ എന്താ പറയുന്നത്? നമ്മള് ഈ മഹാജനങ്ങളുടെ പാത പിന്തുടരണം. അപ്പൊ ഇനി ഇതിൽ നമുക്ക് അറിയാം, ഈ ഞാൻ പറഞ്ഞ ഈ കോട്ട്, ഈ ശ്ലോകം, ഇത് ചൈതന്യ ചരിതാമൃതത്തിലും ഉണ്ട്, അതേസമയം മഹാഭാരതത്തിലെ വനപർവത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇനി ആരാണ് മഹാജനങ്ങൾ? അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു സത്യം ഉന്നതരായ ഭക്തന്മാരുടെ ഹൃദയത്തിലാണ്, നമ്മള് മഹാജനങ്ങളുടെ പാത പിന്തുടരണമെന്ന് പറഞ്ഞു. അപ്പൊ ഇനി ആരാണ് മഹാജനങ്ങൾ? നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഒരാള് മഹാജനം ആണെന്നുള്ളത്? എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? അതിന് ശാസ്ത്രത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 6ാമത്തെ കാണ്ഡത്തില് 3ാമത്തെ അധ്യായത്തില് യമരാജാവ് പറയുന്നുണ്ട്, സ്വയംഭൂ നാരദ ശംഭുഹു കുമാര കപിലോ മനുഹു പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ബലിർ വയ്യാസകി വയം. അപ്പൊ ആരൊക്കെയാണ് പറഞ്ഞത്? 12 മഹാജനങ്ങളെ ആരാ പറയുന്നത്? യമരാജാവാണ് പറയുന്നത്. എന്താ പറയുന്നത്? ബ്രഹ്മ, ആദ്യം സ്വയംഭൂ, സ്വയംഭൂ എന്ന് പറയുന്നത് ബ്രഹ്മാവ്, നാരദ മുനി, ശംഭു ലോർഡ് ശിവ, കുമാര 4 കുമാരാസ്, കപില മുനി, മനുഹു സ്വയംഭൂ മനു, പ്രഹ്ലാദ മഹാരാജ്, ജനക മഹാരാജ്, ഭീഷ്മ, ബലി മഹാരാജ്, വയ്യാസഗിർ എന്ന് പറയുന്നത് ശുഗദേവ് ഗോസ്വാമി, ആൻഡ് വയം പറഞ്ഞ അതായത് യമരാജാവാണ് ഇത് പറയുന്നത്. അപ്പൊ യമരാജാവ്. അപ്പൊ നമ്മൾക്ക് അറിയാം ഇതാണ് ഭാഗവതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിൽ കൊടുത്തിരിക്കുന്ന 12 മഹാജനങ്ങൾ ഇവരാണ്. അപ്പൊ ഇവരെന്താണോ പറയുന്നത് അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞു ഭക്തന്മാര് പാട്ടുകളും സ്തുതികളും ഒക്കെ രചിക്കുന്ന സമയത്ത് എന്താണ്, ഇത് നമ്മളുടെ മെറ്റീരിയൽ ക്വാളിഫിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഇരിക്കുന്നത്. ഒരു പ്യുവർ ഡിവോട്ടി, ഭഗവാനാണ് അവർക്ക് ശക്തി കൊടുക്കുന്നത്. അത് എഴുതാനും അത് ചൊല്ലാനും വേണ്ടിയിട്ട്. നമുക്ക് ധ്രുവന്റെ കാര്യത്തിൽ അറിയാം, ധ്രുവസ്തുതിയിൽ നമുക്കറിയാം, ധ്രുവൻ ഭഗവാനെ കാണുമ്പോ ഒന്നും പറയാൻ പറ്റാണ്ട് അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഭഗവാനാണ് ആ ശംഖു കൊണ്ട് തൊടുമ്പോഴാണ് ധ്രുവൻ പിന്നെ സ്തുതികള് ചൊല്ലാൻ തുടങ്ങുന്നത്. അപ്പോ ഭഗവാനാണ് അത് എംപവർ ചെയ്യുന്നത്, അത് എഴുതാനും ആ സ്തുതികൾ പറയാനും വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അത് സാധാരണ ഈ എന്താ പറയാ മെറ്റീരിയൽ ആയിട്ടുള്ള പാട്ടുകളിൽ നിന്നും എന്താ പറയുക കവിതകളിൽ നിന്നും ഒക്കെ ഉള്ള വ്യത്യാസം അതുകൊണ്ടാണ്. കാരണം അവരെ ഭഗവാൻ എംപവർ ചെയ്യുന്നത് കൊണ്ടാണ് ആ സ്തുതികൾ വളരെ ഡിഫറെന്റ് ആയിരിക്കുന്നത്. നമ്മൾ ഈ സ്തുതികൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇന്ന് പഠിക്കുന്നത്? നമ്മൾ പഠിക്കുന്നത് എങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം, എങ്ങനെ നമുക്ക് നല്ലൊരു ശുദ്ധ ഭക്തനാവാം, എങ്ങനെ നമ്മൾക്ക് ഭഗവാനോടുള്ള ഭക്തി കൂട്ടാം, അല്ലെ? ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരു സ്തുതിയിൽ നിന്ന് പഠിക്കുന്നത്. നമുക്കറിയാം, ഇപ്പൊ ഡോക്ടർമാര്, ലോയേഴ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സീനിയേഴ്സിൽ നിന്ന് അവരെക്കാട്ടിലും സീനിയർ ആയിട്ടുള്ള ലോയേഴ്സ് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ അടുത്ത് നിന്നാണ് അവര് പഠിക്കുക. അതുപോലെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇങ്ങനത്തെ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ള, ഇപ്പൊ നമ്മൾ ഓൾറെഡി മഹാജനങ്ങൾ ആരൊക്കെയാണെന്ന് പറഞ്ഞു, അവരൊക്കെ പറഞ്ഞിട്ടുള്ള ആ വഴി, ആ പാത നമ്മൾ പിന്തുടരും. അപ്പോഴാണ് നമ്മൾക്ക് ഡിവോഷണലി ഭക്തിയിൽ മുന്നേറാൻ നമുക്ക് സാധിക്കുന്നത്. ഇനി ഞാൻ കുന്തി സ്തുതിയിലേക്ക് പോകുന്നതിന് മുമ്പ് കുന്തി മഹാറാണിയെ കുറിച്ച് ഞാൻ കുറച്ച് പറയാൻ പോകും. നമുക്ക് കുന്തി മഹാറാണി അറിയാം. കുന്തി മഹാറാണി ഭഗവാന്റെ നല്ലൊരു ഭക്തയാണ്. അവര് ഏത് രസത്തിലാണെന്ന് അറിയോ? നമ്മള് ദാമോദർ മാസത്തില് നമ്മള് ഓരോ രസങ്ങളെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാമോദർ ലീലയുടെ ഇമ്പോർട്ടൻസ് ആ 6 രസങ്ങളും ആ ഒരു ലീലയിൽ വരുന്നത് കൊണ്ടാണെന്ന് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുന്തി മഹാറാണിയുടെ രസം എന്താണ്? വാത്സല്യ രസത്തിലാണ്. അപ്പൊ നമുക്ക് ആരെയൊക്കെ ഓർമ്മ വരും വാത്സല്യ രസം എന്ന് ചിന്തിക്കുമ്പോ? യശോദാമയ്യ. അതെ, യശോദാമയ്യ. പിന്നെ അതിലൊരു ഹൈറാർക്കി ഉണ്ട്, ഒരു ലെവൽ ഉണ്ട്, ആരൊക്കെയാണ് ആ എന്താ പറയാ വാത്സല്യ രസത്തിൽ വരുന്നതെന്നുള്ളത്. ആദ്യം വരുന്നത് യശോദാമയ്യ,
പിന്നെ നന്ദ മഹാരാജ്, പിന്നെ രോഹിണി മാത, പിന്നെ ഗോപിമാര് വാത്സല്യ രസത്തിൽ വരുന്നത് ഗോപികമാരുണ്ട്, പക്ഷെ വയസ്സായ ഗോപികമാര്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വരുന്നത് ദേവകി, പിന്നെ വാസുദേവരുടെ 15 പത്നിമാര്. 7ാമത്തെ സ്ഥാനത്താണ് കുന്തി ദേവി വരുന്നത്. പിന്നെ വരുന്നത് കുന്തി ദേവി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാസുദേവ്, പിന്നെ സാന്ദീപനി മുനി. ഇത്രയും ആൾക്കാരാണ് വാത്സല്യ രസത്തിന്റെ ടോപ്പ് മോസ്റ്റ് ഇതിൽ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും കുന്തി ദേവി 7ാമത്തെ പൊസിഷനിലല്ലേ, വളരെ സാധാരണയാണെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻറ്റയർ ക്രിയേഷനിൽ, ഫുൾ ഭഗവാന്റെ ക്രിയേഷനില് 7th പൊസിഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ചില്ലറ പൊസിഷൻ അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആർക്കും, നമ്മൾ സാധാരണ ജീവതത്വങ്ങൾക്ക് ഭഗവാന്റെ ലീലകളില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, അതില് പങ്കുകൊള്ളാൻ നമ്മൾക്ക് സാധിക്കില്ല. ഓൺലി ഭഗവാന്റെ എക്സോൾട്ടഡ് ആയിട്ടുള്ള ഡിവോട്ടീസ്, അത്രയും ഉന്നതരായ ഡിവോട്ടീസിന് മാത്രമേ ഭഗവാന്റെ ലീലകളില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പങ്കുചേരാൻ സാധിക്കുള്ളൂ. അപ്പൊ പ്രഭുപാദ് ഈ കുന്തി സ്തുതിയെ പറ്റിയിട്ട് ഒരു പ്രത്യേക പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, കുന്തി സ്തുതി എന്ന് പറഞ്ഞിട്ട്. ആൻഡ് അത് DBT പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുന്തി ദേവിയെ കുറിച്ച് കുറച്ച് പറയാം. ഈ കുന്തി ദേവിയുടെ ശരിക്കുള്ള യഥാർത്ഥ പേര് പൃഥ എന്നായിരുന്നു. അവര് കിങ് ശൂരസേനന്റെ മകളായിരുന്നു. അദ്ദേഹം മധുരയുടെ രാജാവായിരുന്നു ആൻഡ് വസുദേവരുടെ അച്ഛനായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഭഗവാന്റെ എന്താ പറയാ ആന്റിയാണ് കുന്തി എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഓക്കെ, ആൻഡ് സൂരസേനന് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവരുടെ റിലേറ്റീവും ഫ്രണ്ടും ആയിരുന്നു കുന്തി ഭോജ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അദ്ദേഹത്തിന് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുന്തി ദേവിയെ കുന്തി ഭോജ അഡോപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്, ദത്തുപുത്രിയായിട്ട് എടുക്കും. അതുകൊണ്ടാണ് അതിനുശേഷമാണ് പൃഥ എന്നുള്ള പേര് മാറിയിട്ട് കുന്തി എന്നുള്ള പേര് കുന്തി മഹാറാണിക്ക് വന്നത്. ഇനി നമുക്കറിയാം, ഈ ഭഗവത്ഗീതയിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും ഭഗവാൻ അർജുനനെ പാർത്ഥ എന്ന് വിളിക്കുന്നുണ്ട്. അതിൽ ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾസോ ബിക്കോസ് ഈ സൺ ഓഫ് പൃഥ, അതായത് കുന്തി ദേവിയുടെ ആദ്യത്തെ പേര്, അതുകൊണ്ട് കൂടെയാണ് അർജുനന് പാർത്ഥൻ എന്നുള്ള ആ പേര് വന്നിരിക്കുന്നത്. ഇനി ഈ കുന്തി ഭോജന്റെ അവിടെ കുന്തി ദേവി ഉണ്ടായിരുന്ന സമയത്ത് ഒരു ദിവസം ദുർവാസ മുനി ഇവരെ കാണാൻ വേണ്ടിയിട്ട് വരും. അപ്പൊ ദുർവാസ മുനി വന്നിട്ട് ഇങ്ങനെ പറയും, ഞാൻ ഇവിടെ വെച്ചിട്ടൊരു യജ്ഞം ചെയ്യാൻ പോവുകയാണ്, അപ്പൊ അതിന് പല ഒരുക്കങ്ങളും വേണം, അതെല്ലാം ചെയ്തു തരണം. ഞാൻ ആ യജ്ഞം എത്ര മാസങ്ങൾ നീണ്ടു നിന്നു? 6 മാസം നീണ്ടു നിന്നു. അപ്പൊ കുന്തി ഭോജൻ എന്ത് പറഞ്ഞു? കുന്തി ദേവിയോട് പറഞ്ഞു, ദുർവാസ മുനിയുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം, എന്തൊക്കെയാ ദുർവാസ മുനിക്ക് വേണ്ടെന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്ന് കുന്തി ഭോജൻ കുന്തി ദേവിയെ ഏൽപ്പിക്കും. അങ്ങനെ കുന്തി ദേവി 6 മാസം ദുർവാസ മുനിയുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മുനിയെ സർവീസ് ചെയ്യും, സേവ ചെയ്യും. അങ്ങനെ അതായത് രാത്രി നേരം ഉറക്കം ഉണ്ടാവില്ല. രാത്രി എന്താ പറയാ, പാതി രാത്രിക്കായിരിക്കും മുനി പറയാ, എനിക്ക് അത് വേണം, ഇത് വേണം, അത് റെഡിയാക്കണം, ഇത് റെഡിയാക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഉറക്കം പോലും ഇല്ലാണ്ട് കുന്തി ദേവി ദുർവാസ മുനിയെ സേവിക്കും. അത് കഴിഞ്ഞ് ഈ യജ്ഞമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ദുർവാസ മുനി കുന്തി ദേവിയെ വിളിച്ചിട്ട് പറയും, ഞാൻ വളരെ സന്തോഷവാനാണ് ഈ സേവനം ചെയ്തതില് എന്ന് പറഞ്ഞ് കുന്തി ദേവിക്ക് ഒരു അനുഗ്രഹം കൊടുക്കും. ദുർവാസ മുനി അറിയാം, നമുക്ക് മുനിമാർക്കൊക്കെ ത്രികാല ജ്ഞാനമുള്ള ആൾക്കാരാണ്. അപ്പൊ ദുർവാസ മുനിക്ക് മനസ്സിലായി കുന്തി ദേവിക്ക് ഇനി വരുന്ന കാലത്ത് കുട്ടികൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്തു? മുനി അനുഗ്രഹം കൊടുത്തു, ഒരു മന്ത്രം കൊടുത്തു. മന്ത്രം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, അതിന് ദേവതമാരെ നമുക്ക് വിളിക്കാൻ പറ്റും. ഓക്കെ, ഈ മന്ത്രവും കൊടുത്ത് അനുഗ്രഹിച്ച് കുന്തി ദേവി അവരുടെ രാജ്യത്തുനിന്ന് ദുർവാസ മുനി പോയി. അപ്പൊ ആ സമയത്ത് കുന്തി ദേവിയുടെ വയസ്സ് മേ ബി 13-14 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ നമുക്കറിയാലോ, ഈ ഏജിലുള്ള കുട്ടികൾ, ഈ ടീനേജ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ കുട്ടികൾക്ക് എല്ലാത്തിനോടും ഒരു ക്യൂരിയോസിറ്റിയാണ്, എല്ലാം അറിയാനുള്ള ഒരു ആഗ്രഹം. അപ്പൊ എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ ഈ മന്ത്രം
ഫലിക്കുമോന്ന് അറിയാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് കുന്തിദേവി എന്ത് ചെയ്യും, ആ മന്ത്രം ചൊല്ലും. ആരെ നോക്കിയിട്ടാ ചൊല്ലുന്നത്? സൂര്യദേവനെ നോക്കിയിട്ടാണ് ചൊല്ലിയത്. അപ്പൊ എന്തുണ്ടാവും? സൂര്യദേവൻ അപ്പൊ തന്നെ പ്രത്യക്ഷപ്പെടും. അപ്പൊ ഈ മന്ത്രം എന്തിനാണ്? കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള മന്ത്രമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? സൂര്യദേവൻ വന്നതും ബ്ലസ് ചെയ്യും, കുട്ടി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ കുന്തിദേവി ആകെ വിഷമിക്കും. അപ്പൊ സൂര്യദേവൻ പറയും, നിങ്ങളുടെ വെർജിനിറ്റിക്കൊന്നും ഒരു കുഴപ്പവും വരില്ല, ഈ കുട്ടി നിങ്ങളുടെ ചെവിയിൽ നിന്നാണ് ജനിക്കാൻ പോകുന്നത് എന്ന് പറയും. അങ്ങനെ ഈ അനുഗ്രഹവും കൊടുത്ത് സൂര്യദേവൻ പോവും. ആൻഡ് കുന്തിദേവിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അങ്ങനെ കുട്ടിയായി. അപ്പോ കുന്തിദേവിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ദാസി പറയും, നമുക്ക് ഈ കുട്ടിയെ ഒരു കൊട്ടയിലാക്കിയിട്ട് അടുത്തുള്ള നദിയിൽ നമുക്ക് ഗംഗാ നദിയിൽ നമുക്ക് ഒഴുക്കാന്ന് പറയും. അങ്ങനെ കുട്ടിയെ കൊട്ടയിലാക്കിയിട്ട് അങ്ങനെ ഒഴുക്കി വിടും. ഒഴുക്കി വിടുമ്പോൾ അത് ആർക്കാണ് കിട്ടുന്നത്? ഒരു ചാരിയറ്റർ ആയ അതിരഥ് എന്ന് പറഞ്ഞ ആൾക്കാണ് ഈ കൊട്ട കിട്ടുന്നത്. അവരുടെ വൈഫിന്റെ പേരാണ് രാധ. ആൻഡ് അവർ ഈ കുട്ടിയെ രാധേയ എന്ന് പേരിടും. ആ കുട്ടിയാണ് പിന്നീട് കർണൻ എന്ന പേരിൽ നമ്മൾ അറിയുന്നത്. അപ്പൊ അതാണ് കുന്തിദേവി കർണനും തമ്മിലുള്ള കഥ. ഇനി ഞാൻ പറയാൻ പോകുന്നത് അതിനുശേഷമുള്ളത്. പിന്നെ കുന്തി കല്യാണം കഴിക്കും, പാണ്ഡുവിനെ കല്യാണം കഴിക്കും. ഞാൻ പാണ്ഡു ഒരു തവണ നായാട്ടിന് പോയപ്പോ അറിയാണ്ട് ഒരു എന്താ പറയാ മുനി കപ്പിളിനെ, സേജ് കപ്പിളിനെ കൊല്ലാനിടയാവും. ഞാൻ അങ്ങനെ കൊന്നു കഴിഞ്ഞപ്പോ അവരൊരു ശാപം കൊടുക്കും. എന്ത് പറയും? നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല, അതിനുള്ള അറ്റംപ്റ്റ് ശ്രമിച്ചാൽ നിങ്ങൾ മരണപ്പെടുന്നു പറഞ്ഞ ഒരു ശാപവും കിട്ടും. അത് ശാപം കിട്ടിക്കഴിഞ്ഞതും പാണ്ഡു എന്ത് പറയും? പാണ്ഡു പറയും, ഇനി ഞാൻ ഈ രാജ്യം ഭരിക്കാൻ ഞാൻ ഇല്ല, രാജാവ് എന്ന പദവി ഞാൻ ഉപേക്ഷിച്ചിട്ട് ഞാൻ കാട്ടിലേക്ക് പോവുകയാണെന്ന് പറയും. അപ്പൊ കാട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ 2 ഭാര്യമാരുണ്ട് പാണ്ഡുവിന്, കുന്തിദേവി മാദ്രി. അവരും പറഞ്ഞു ഞങ്ങൾ പാണ്ഡുവിന്റെ ഒപ്പം കാട്ടിലേക്ക് പോകണം. ധൃതരാഷ്ട്ര പാണ്ഡുവിനെക്കാട്ടിലും മൂത്തതായിരുന്നു എന്നുണ്ടെങ്കിലും കണ്ണു കാണാത്തത് കൊണ്ടാണ് രാജാവാൻ പറ്റാണ്ടിരുന്നത്. പക്ഷെ പാണ്ഡു എപ്പോ കാട്ടിലേക്ക് പോയോ ആ സമയത്ത് ഈ രാജ്യത്തിന്റെ അവകാശത്തിന്റെ നടത്തിപ്പുകാരൻ എന്ന രീതിയിൽ ധൃതരാഷ്ട്രർ കൊണ്ടു നടന്നു. നമുക്കറിയാം രാമായണത്തില് എങ്ങനെയാണ് രാമൻ കാട്ടിലേക്ക് പോയ സമയത്ത് ഭരതൻ ത്രോണില് എന്താ പറയാ രാജ്യം ഭരിച്ചു. പക്ഷെ അത് രാമന്റെ ഓൺ ബിഹാഫ് ഓഫ് രാമയാണ് ചെയ്തത്. അപ്പൊ അതുപോലത്തെ ഒരു പൊസിഷനാണ് ശരിക്കും ധൃതരാഷ്ട്രക്ക് കിട്ടിയത്. പാണ്ഡു പോയതുകൊണ്ട് ആ കാര്യങ്ങൾ കൊണ്ടു നടത്താൻ രാജാവിന്റെ പോലെ ഒരു പൊസിഷൻ അദ്ദേഹത്തിന് കിട്ടും. ധൃതരാഷ്ട്രക്ക് ഗാന്ധാരിയിൽ നിന്ന് 100 ആൺമക്കളും 1 പെൺകുട്ടിയും ഉണ്ടാകും. ഈ ധൃതരാഷ്ട്ര മൂത്ത മകനായ ദുര്യോധനനും കൂടെ എങ്ങനെ ഈ രാജ്യം തട്ടിയെടുക്കുക, അല്ലെങ്കിൽ ഈ അവകാശം എങ്ങനെ തട്ടിയെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ മുഴുവൻ ചിന്ത. ഇനി അതേസമയം ഇനി പാണ്ഡുവിന്റെ കഥയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ, പാണ്ഡുവിന് ഭയങ്കര ആഗ്രഹമായി കുട്ടികൾ. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അവർക്ക് കുട്ടികൾ വേണം എന്നുള്ളത്. അതുപോലെ പാണ്ഡുവിനും ആഗ്രഹമാവാൻ തുടങ്ങി, എനിക്കും മക്കള് വേണം എന്നുള്ളത്. അങ്ങനെ അപ്പൊ കുന്തിദേവി പറയും, എൻ്റെ അടുത്ത് ഇങ്ങനെ എനിക്കൊരു ദുർവാസ മുനി തന്ന ഒരു മന്ത്രമുണ്ട് എന്ന് പറയും. അപ്പൊ പാണ്ഡു പറയും, പ്ലീസ് അത് ദേവതമാരെ വിളിക്കൂ, നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ കുന്തിദേവി ചോദിക്കും പാണ്ഡുവിന്റെ അടുത്ത് ആരെയാണ് വിളിക്കേണ്ടത് എന്നുള്ളത്, ഏത് ദേവതയാണ് വിളിക്കേണ്ടതെന്നുള്ളത്. അപ്പൊ ആദ്യം പാണ്ഡു പറയുന്നത് ധർമ്മരാജാവിനെ വിളിക്കാനാണ്. അങ്ങനെ എനിക്കൊരു വെർച്വസ് സൺ വേണം, അപ്പൊ എനിക്ക് ധർമ്മരാജാവിന്റെ കുട്ടിയാണ് വേണ്ടത്. അങ്ങനെ അവർക്ക് യുധിഷ്ഠിരൻ ഉണ്ടാവും. രണ്ടാമത് പാണ്ഡു പറയും, എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രെങ്ത് ഉള്ള ഒരു പുത്രനെ വേണമെന്ന്. അപ്പൊ രണ്ടാമതാണ് ഭീമൻ ഉണ്ടാവുന്നത്, വായുദേവൻ. മൂന്നാമത് ഇന്ദ്രനെ വിളിക്കുന്നു, ഇന്ദ്രനിൽ നിന്ന് എക്സ്പേർട്ട് വാരിയർ ആയ അർജുനൻ ഉണ്ടാവുന്നു. കുന്തി എന്ത് ചെയ്യും? കുന്തിക്ക് ഓൾറെഡി 3 കുട്ടികളായി. മാദ്രിക്കാണെന്നുണ്ടെങ്കിൽ മക്കളൊന്നുമില്ല. അപ്പൊ കുന്തി വളരെ ദയാലു ആയതുകൊണ്ട് ഈ മന്ത്രം മാദ്രിക്ക് കൊടുത്തിട്ട് മാദ്രിയോട് പറയും, 1 തവണ ഉപയോഗിക്കാൻ ഞാൻ തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ
കൊടുക്കും. അപ്പൊ മാദ്രി എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അശ്വിനി കുമാരന്മാരെ വിളിക്കും. അവരെങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, രണ്ട് ബോഡി ആണെന്നുണ്ടെങ്കിലും ഒരു സോളാണ്. അപ്പൊ അവരിൽ നിന്ന് അശ്വിനി കുമാരന്മാർ രണ്ടുപേരാണ് ശരിക്കും. അവരിൽ നിന്ന് നകുലനും സഹദേവനും ജനിക്കും. അങ്ങനെ 5 മക്കള് പാണ്ഡുവിന്. പാണ്ഡു ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോസ്റ്റർ ഫാദർ ആണ്, അതായത് എടുത്തു വളർത്തിയത് മക്കള്. അവരെ പാണ്ഡവന്മാരെന്ന് പറയാം. പാണ്ഡു ഒരു തവണ ഇതിന് ശേഷം പാണ്ഡു ഒരു തവണ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി വീണ്ടും ശ്രമിക്കുകയും മാദ്രിയുടെ ഒപ്പം ഉടനെ തന്നെ പാണ്ഡു മരിക്കുകയും ചെയ്യും. അപ്പൊ മാദ്രി പറയും ഞാൻ കൂടെ കാരണമാണ് ഇതില് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് മാദ്രി ആ ഫ്യൂണറൽ പയറിൽ മാദ്രി എൻട്രി. അപ്പൊ ആദ്യം ബാക്കിയായി കുന്തി ദേവിയും ഈ 5 മക്കളും മാത്രം ബാക്കിയായി, അതും കാട്ടില്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന സേജസ് മുനിമാരെല്ലാം പറയും അവരെ കൂട്ടിയിട്ട് തിരിച്ച് ഹസ്തിനപുരത്തിലേക്ക് കൊണ്ടുപോയി ആക്കും. എന്നിട്ട് ധൃതരാഷ്ട്രരോട് പറയും ഇവരുടെ ഹസ്ബൻഡും ഇല്ല, കുട്ടികളും ചെറുതാണ്, അപ്പൊ നിങ്ങളായിരിക്കണം അവരെ ടേക്ക് കെയർ ചെയ്യേണ്ടത്, അവരെ നോക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുനിമാര് ഇവരെ അവിടെ കൊണ്ടാക്കും. ഇനി കൗരവന്മാര്, അതായത് ധൃതരാഷ്ട്രരുടെ മക്കള് ഈ പാണ്ഡവന്മാരോട് വളരെ അസൂയായിരുന്നു. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാണ്ഡവന്മാരുടെ നല്ല ക്വാളിറ്റീസും കൊണ്ട് എല്ലാവർക്കും പാണ്ഡവന്മാരെ ഇഷ്ടമായി. ആ കാരണം കൊണ്ട് ഈ കൗരവന്മാർക്ക് വളരെ അസൂയ ഉണ്ടാവുകയും അവരെ ഒരുപാട് തവണ അപായപ്പെടുത്താനും കൊല്ലാനും ഒക്കെ ശ്രമിച്ചു. പക്ഷെ ഓരോ തവണയും ഭഗവാന്റെ ഡിവോട്ടീസിന്റെയും മേഴ്സി കൊണ്ട് അവര് രക്ഷപ്പെട്ടു. ഇനി ദുര്യോധനനാണെന്നുണ്ടെങ്കിൽ ഈ രാജ്യം യുധിഷ്ഠിരന് കൊടുക്കാൻ തീരെ താല്പര്യമില്ല. അപ്പൊ എന്ത് ചെയ്യൂ, അവര് ഒരു ഗാംബ്ലിംഗ് മാച്ചിന് വിളിച്ചു. ഈ ക്ഷത്രിയന്മാര് ഒരിക്കലും യുദ്ധത്തിനും ചൂതാട്ടത്തിനും വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലാന്ന് പറയാൻ പാടില്ല. അപ്പൊ ഇവരത് അക്സെപ്റ്റ് ചെയ്യുകയും അങ്ങനെ ശബരിയെ വെച്ച് കളിച്ച് കൗരവന്മാര് ചീറ്റ് ചെയ്ത് കളിച്ച് ജയിക്കുകയും ചെയ്യും. അങ്ങനെ പാണ്ഡവന്മാര് 13 വർഷം വനവാസത്തിന് പോകും. അപ്പൊ കുന്തിദേവി എന്തൊക്കെ സഹിച്ചു, എന്തൊക്കെ വിഷമങ്ങള്. ചെറുപ്രായത്തില് കല്യാണം കഴിയുന്നതിന് മുമ്പ് കുട്ടി ഉണ്ടാവുക, അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ ഒപ്പം ജീവിക്കാൻ പറ്റിയില്ല, അത് കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് മരിച്ചു. പിന്നെ ഈ കൗരവന്മാരെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു, മക്കളെ കൊല്ലാൻ നോക്കി. അങ്ങനെ അവസാനം കാട്ടിലേക്കും പോണ്ടി വന്നു. ഇതിലെല്ലാം ഉപരി ഈ 5 പാണ്ഡവന്മാരെയും ഒരുമിച്ച് കൊണ്ടുപോവുകയും വേണം, യുണൈറ്റഡ് ആയിട്ട് നിർത്തുകയും വേണം. അതും കുന്തിദേവിയുടെ ഒരു ചുമതലയായി മാറി. നമ്മൾ വിചാരിക്കും ഈ കുന്തി സ്തുതി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണോ ഭഗവാൻ അവിടെ കുന്തിദേവി ഭഗവാനെ കുറിച്ച് സംസാരിക്കണം എന്നുള്ളത്. അല്ല, മധുരയിൽ കൃഷ്ണൻ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇടയ്ക്ക് അക്രൂരരെ പറഞ്ഞേക്കും. എന്നിട്ട് ഹസ്തിനപുരത്തില് എൻ്റെ കസിൻസും ആന്റിയും ഒക്കെ നന്നായി ഇരിക്കുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ അന്വേഷിക്കാറുണ്ടായിരുന്നു. കുന്തിദേവി എപ്പോഴും അക്രൂരരോട് ചോദിക്കുകയായിരുന്നു, എപ്പോഴാണ് എനിക്ക് ഭഗവാനെ കാണാൻ പറ്റുന്നത്. ഇത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് 13 വർഷത്തെ വനവാസം കഴിഞ്ഞ് ആണ് കുരുക്ഷേത്ര യുദ്ധം ഉണ്ടാവുന്നത്. അപ്പൊ ആ കുരുക്ഷേത്ര യുദ്ധത്തിന് മുന്നേ കുന്തിദേവി പറയുന്നുണ്ട്, ഭഗവാന്റെ അടുത്ത് പ്രോമിസ് ചെയ്യാൻ പറയുന്നുണ്ട്, എൻ്റെ 5 മക്കളെ എനിക്ക് തിരിച്ച് വേണം എന്നുള്ളത്. ഭഗവാന്റെ വേറൊരു പേരാണ് സത്യവാക്യ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ he never breaks promise to his devotees. അപ്പോ ഭഗവാൻ പറയും തീർച്ചയായിട്ടും 5 മക്കൾ ഉണ്ടായിരിക്കും എന്ന് പറയും. ഈ യുദ്ധം കഴിഞ്ഞപ്പോ പാണ്ഡവന്മാരും കുന്തിദേവിയൊക്കെ വളരെ വിഷമത്തിലായി. കാരണം ഒരുപാട് പേര് മരിച്ചു. പാണ്ഡവന്മാരുടെ ഭാഗത്തുനിന്ന് ആരൊക്കെ സർവൈവ് ചെയ്തു എന്നറിയോ, ആരൊക്കെ ബാക്കി ഉണ്ടായിരുന്നു എന്നറിയോ? ബാറ്റിൽ ഫൈറ്റ് ചെയ്ത്, അതായത് യുദ്ധം ചെയ്തവരില് ബാക്കി ഉണ്ടായിരുന്നത് 5 പാണ്ഡവന്മാര്, സാത്യകി, യുയുത്സവ്, ഇത്ര ആൾക്കാരാണ് ഫൈറ്റ് ചെയ്ത പടകളിൽ ബാക്കി ഉണ്ടായിരുന്നത്. കൗരവന്മാരുടെ ഭാഗത്തു നിന്ന് അശ്വത്ഥാമാവ്, കൃപാചാര്യരും കൃതവർമ്മയും മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞത്, ഈ യുദ്ധം കഴിഞ്ഞതുമാണ് അശ്വത്ഥാമാവ് ദ്രൗപദിയുടെ 5 മക്കളെ കൊല്ലുന്നത്. പക്ഷെ എന്നാലും പാണ്ഡവന്മാര് forgive ചെയ്യും.
ഒന്നും ചെയ്യില്ല, തിരിച്ച് അശ്വത്ഥാമാവിനെ ഒന്നും ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് അശ്വത്ഥാമാവ് അഭിമന്യുവിന്റെ ഉത്തരയുടെ ഗർഭത്തിൽ ഉണ്ടായിരുന്ന അഭിമന്യുവിന്റെ പുത്രനെ കൊല്ലാൻ വേണ്ടി ബ്രഹ്മാസ്ത്രം അയക്കുന്നത്. ആ സമയത്ത് ഉത്തര പറയുന്നുണ്ട് ഭഗവാനെ രക്ഷിക്കണേന്ന് പറഞ്ഞ് ഭഗവാന്റെ അടുത്ത് സറണ്ടർ ആവുകയാണ്. പാഹി പാഹി എന്ന് പറഞ്ഞ് ഭഗവാന്റെ അടുത്ത് സറണ്ടർ ആവുകയും ആ സമയത്ത് ഭഗവാൻ ഉത്തരയുടെ ഗർഭത്തിൽ കയറുകയും ആ ഗർഭം സംരക്ഷിക്കുകയും ചെയ്യും. ആ കുട്ടിയാണ് പരീക്ഷിത് മഹാരാജ്. ആൻഡ് പരീക്ഷിത് മഹാരാജ് കാരണമാണ് നമുക്ക് ശ്രീമദ് ഭാഗവതം കേൾക്കാനുള്ള അവസരം നമുക്ക് കൂടെ കിട്ടിയത്. അപ്പൊ ആ യുദ്ധം കഴിഞ്ഞപ്പോ ഭഗവാൻ ധർമ്മം റീഎസ്റ്റാബ്ലിഷ് ചെയ്തു, എല്ലാ ദുഷ്ടന്മാരെയും കൊന്നു, യുധിഷ്ഠിരനെ രാജാവായി വാഴിച്ചു. എന്നിട്ട് ദ്വാരകയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാകുന്നു. അങ്ങനെ ഭഗവാൻ രഥത്തിൽ കയറിയ സമയത്താണ് കുന്തി മഹാറാണി പോയിട്ട് ഈ പ്രാർത്ഥനകൾ ചൊല്ലുന്നത്. ഇതില് 26 ശ്ലോകങ്ങളാണുള്ളത്. 1:8-18 മുതൽ 1:8-43 വരെ. ഈ ശ്ലോകങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും അതിൽ കുന്തി ദേവിയുടെ ജീവിത അനുഭവങ്ങൾ, അതുപോലെ തന്നെ വിഷമങ്ങൾ, ഇതെല്ലാം ഈ പ്രാർത്ഥനകളിൽ നമ്മൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കുന്തി ദേവി ഹൃദയം തുറന്ന് നമുക്ക് കാണിക്കുകയാണ് എന്താണ് ഫിലോസഫി, എന്താണ് ശരിക്ക് ഭഗവാനോടുള്ള പ്രേമം എന്നുള്ളത് നമുക്ക് ഈ ശ്ലോകങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നമുക്കറിയാം കുന്തിദേവി PhD-യോ ഡിഗ്രിയോ ഒന്നും എടുത്തിട്ടുള്ളതല്ല. പക്ഷെ ആ ഡെപ്ത്, ആ പ്രാർത്ഥനകളുടെ ഇത്രയും എന്താ പറയാ ഡീപ്പായിട്ടുള്ള ആ ഫിലോസഫി ഒരു PhD ഹോൾഡർക്ക് പോലും റെപ്ലിക്കേറ്റ് ചെയ്യാൻ, വീണ്ടും എഴുതാൻ പറ്റാത്തത്ര ഡീപ്പാണ്. ഇനി നമ്മൾക്ക് പ്രഭുപാദ് ഈ ഒരു പ്രയർ, ഈ കുന്തിദേവിയുടെ സ്തുതി മാത്രമാണ് പ്രഭുപാദ് സ്വയം പാടി കർത്താള് പ്ലേ ചെയ്ത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് കാണിക്കുന്നത് പ്രഭുപാദിന് ഈ പ്രയേഴ്സിനോടുള്ള ഒരു പ്രത്യേകമായ കണക്ഷൻ ആണ് കാണിക്കുന്നത്. നമുക്ക് പ്രഭുപാദിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കുന്തി സ്തുതി എഴുതിയ സമയത്ത് വളരെ കോൾഡ് ആയിട്ടുള്ള വിന്റർ ആണ് US ആൻഡ് ഒരു പ്രോപ്പർ സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല താമസിക്കാൻ വേണ്ടിയിട്ട്. ഒരു ഓഫീസ് സ്പേസ് പോലെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെയാണെന്നുണ്ടെങ്കിൽ ബാത്റൂം ഇല്ല, കുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല. 7 ബ്ലോക്ക് നടന്നിട്ട് വേണം, അതായത് 7 ബിൽഡിംഗ് കഴിഞ്ഞിട്ട് വേണം ബാത്റൂമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. ആ ഇമാജിൻ, നമുക്കിവിടെ ചെറിയൊരു തണുപ്പ് ഇപ്പൊ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. 70 വയസ്സായ ഒരാള്, അന്ന് ഇസ്കോൺ ഇല്ല, ഫോളോവേഴ്സ് ഇല്ല, പൈസ ഇല്ല. അപ്പൊ ഇത്രയും സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമ്മൾക്ക് ഇതെല്ലാം എഴുതുകയും നമ്മൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറൌണ്ട് ദ വേൾഡ് സെന്റേഴ്സ് ഉണ്ട്, ഗസ്റ്റ് ഹൗസ് ഉണ്ട്, പ്രസാദം കിട്ടും, നമ്മളെ ഒരു എന്താ പറയാ രാജാവിനെ പോലെ ട്രീറ്റ് ചെയ്യും. പക്ഷെ ഇതിന്റെ എല്ലാം പിന്നാലെ ഈ പ്രഭുപാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സാക്രിഫൈസ് കൊണ്ടാണ്. ഫസ്റ്റ് ടെമ്പിൾ ഇസ്കോൺ വന്നിരിക്കുന്നത് 1966 ആണ് വന്നിരിക്കുന്നത്. ആൻഡ് 67 പ്രഭുപാദിന് ഒരു സ്ട്രോക്ക് ഉണ്ടായി. ആൻഡ് ആ സമയത്ത് ഡോക്ടർമാരൊന്നും അവൈലബിൾ ആയിരുന്നില്ല. അവരൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു, വെക്കേഷന് പോയിരിക്കുന്നു. ആ സമയത്ത് സ്ട്രോക്ക് വന്നപ്പോ പ്രഭുപാദ് അവിടെ ഉണ്ടായിരുന്ന ഡിവോട്ടീസിനോട് പറഞ്ഞു, ആദ്യത്തെ കാര്യം പറഞ്ഞത് നരസിംഹദേവ് ഭഗവാന്റെ ഒരു പിക്ചർ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത് പ്രഭുപാദ് പറഞ്ഞു നരസിംഹ സ്തുതി ചൊല്ലാൻ വേണ്ടിയിട്ട് ആൻഡ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലാനും. മൂന്നാമത് പ്രഭുപാദ് പറഞ്ഞ കാര്യം കുന്തി സ്തുതി ചൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പൊ സർവൈവ് ചെയ്തു പ്രഭുപാദ് ആ സ്ട്രോക്കിന്ന്. അപ്പൊ എന്താണ് ഈ ഇൻസിഡന്റ് അല്ലെങ്കിൽ ഈ കാര്യം കൊണ്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ എന്തെങ്കിലും കഷ്ടങ്ങളിലാണെന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പ്രഭുപാദ് ഈ ഇൻസിഡന്റിൽ കൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പൊ ഈ 1968 ഭഗവത്ഗീത ആദ്യമായിട്ട് പ്രിന്റ് ചെയ്തത്. ആൻഡ് 73 ഞാൻ ഈ പറഞ്ഞ പുസ്തകം ടീച്ചിങ്സ് ഓഫ് ക്വീൻ കുന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഈ പുസ്തകം പബ്ലിഷ് ചെയ്തത്. അപ്പൊ ഈ പുസ്തകം വായിക്കുന്ന സമയത്ത്, ഈ ശ്ലോകം വായിക്കുന്ന സമയത്ത് ബ്രഹ്മാനന്ദ പ്രഭു അത് കറക്റ്റ് ആയിട്ട് ഈവൻ പ്രൊനൗൺസ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് അറിയില്ല എങ്ങനെ വായിക്കേണ്ടതെന്നുള്ളത്. എന്നിട്ട് കൂടെ പ്രഭുപാദ് അത് വളരെ റിലീഷ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആസ്വദിച്ച് കേട്ടു. കാരണം
പ്രഭുപാദിന് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഈ കുന്തിസ്തുതിയായിട്ട്. അതേപോലെ തന്നെ 74-ലും പ്രഭുപാദിന് ഇങ്ങനെ അസുഖം വന്ന് 1 മാസം പനിച്ചിട്ട് പനി മാറാണ്ടിരിക്കുന്നു. ആ സമയത്തും പ്രഭുപാദ് ഈ 3 കാര്യങ്ങൾ തന്നെയാണ് ചെയ്യാൻ പറഞ്ഞത്. അതായത് നരസിംഹ ഭഗവാന്റെ പിക്ചർ വെക്കുക, നരസിംഹ സ്തുതിയും ഹരേ കൃഷ്ണ മഹാമന്ത്രവും ജപിക്കുക, കുന്തിസ്തുതി ചെയ്യും. അപ്പൊ ഈ 2 കാര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് അത് കുന്തിസ്തുതി നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ ചൊല്ലേണ്ടതാണ് എന്നുള്ളതാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ 2-3 കാര്യങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ ചെയ്യേണ്ടത്. ഇനി ശ്രീമദ് ഭാഗവതം, അതായത് ഇപ്പൊ നമ്മൾ വായിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തിൽ നിന്നാണ്. ഈ ഭാഗവതത്തില് നമ്മൾക്ക് വായിക്കാനും അത് എന്താ പറയാ കൈകൊണ്ട് തൊടാനും അല്ലെങ്കിൽ അതിലത്തെ ശ്ലോകങ്ങൾ വായിക്കാനും തന്നെ അത്ര നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു കാര്യമല്ല. നമ്മളുടെ മനസ്സിലുള്ള എന്താ പറയാ ദുഷിച്ച ഇമ്പ്യൂരിറ്റീസ്, മലിനത നമ്മുടെ മനസ്സിൽ നിന്ന് മാറുന്ന സമയത്താണ് നമ്മൾക്ക് ശ്രീമദ് ഭാഗവതം വായിക്കാനുള്ള അവസരം നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരും അത്രയും ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വായിക്കാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതത്തിൽ നിന്നാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മണിലാൽ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, തുടങ്ങിക്കോളൂ പ്രഭു. എനിക്ക് സ്നേഹ സ്ക്രീൻ ഷെയറിംഗ് കൊടുക്കോ? ഓക്കെ. ഡൺ. ഓക്കെ. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതില് 26 ശ്ലോകങ്ങളാണെന്നുള്ളത്. ഈ ശ്ലോകത്തില് എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? കുന്തി ദേവി ഭഗവാന്റെ ഐഡന്റിറ്റി, ഭഗവാനെ കുറിച്ചുള്ള ഗ്ലോറിഫിക്കേഷൻ, എങ്ങനെ നമ്മൾ ഭഗവാന് സറണ്ടർ ആവണം, ഭഗവാന്റെ പ്രൊട്ടക്ഷൻ, ഈ ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ആദ്യത്തെ ശ്ലോകം കുന്തിയുവാച നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. വിവർത്തനം. ശ്രീമതി കുന്തി ദേവി പറഞ്ഞു, അല്ലയോ കൃഷ്ണ, ഭൗതിക പ്രപഞ്ചത്തിന്റെ ഗുണങ്ങളാൽ സ്വാധീനിക്കപ്പെടാത്ത പരമദിവ്യോത്തമ പുരുഷനായ അങ്ങയെ ഞാൻ പ്രണമിക്കുന്നു. ഏവരുടെയും ഹൃദയത്തിൽ ശ്ലോകത്തിൽ തന്നെ കുന്തി ദേവി ഭഗവാന്റെ സുപ്രീമസിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ശ്ലോകം 1:8-19. മായാജവനികാച്ഛന്നം അജ്ഞാ അദോക്ഷജമവ്യയം നാലക്ഷ്യസേ മൂഢാദൃശ നഠോ നാട്യതരോ യഥാ. വിവർത്തനം. പരിമിതമായ ഇന്ദ്രിയ ദൃഷ്ടിക്ക് അതീതനാകയാൽ മായയുടെ യവനികയിൽ മൂടപ്പെട്ട നിത്യ അഗർഹ്യ ഘടകമാണ് അങ്ങ്. ഒരു നടൻ എന്ന വ്യക്തിയെ കഥാപാത്രത്തിൽ നിന്നും വേർതിരിച്ചറിയാൻ മൂഢനിരീക്ഷകർക്ക് കഴിവില്ലാത്തതുപോലെ അങ്ങ് വിഡ്ഢിയായ വീക്ഷകന് അദൃശ്യനാകുന്നു. അപ്പൊ ഈ രണ്ടാമത്തെ വേഴ്സില് കുന്തി ദേവി എന്താ പറയുന്നത്? എന്തൊക്കെയാണ് ഭഗവാന്റെ ക്വാളിറ്റീസ് എന്താണ്? ആൻഡ് ഭഗവാനെ ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മുടെ കണ്ണിലൊരു മറയുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്കൊന്നും കാണാൻ പറ്റില്ലയോ അതുപോലെ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റില്ല. ഈവൻ നമ്മുടെ മുന്നിൽ ഭഗവാൻ വന്നു നിന്നാൽ പോലും നമുക്ക് കാണാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? വി നീഡ് ഐസ് അനോയിൻമെന്റ് വിത്ത് ലവ് ഓഫ് കൃഷ്ണ. അതായത് ഭഗവാനോടുള്ള ഭക്തി, സ്നേഹത്തോടുകൂടെ ഉള്ള കൺമഷി നമ്മുടെ കണ്ണിലുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്, പ്രേമാഞ്ജന ചുരിക ഭക്തി വിലോചനയില്ല. അതായത് ഭഗവാന്റെ പ്രേമമാകുന്ന അഞ്ജന കണ്ണിൽ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ ശ്ലോകം. തഥാ പരമഹംസാനാം
മുനീനാമമലാത്മനാം ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേമഹി സ്ത്രിയഃ. ശരീരത്തെയും ആത്മാവിനെയും വിവേചിച്ചറിയാൻ കെൽപ്പുള്ളവരാകയാൽ പരിശുദ്ധരായ അതീന്ദ്രിയവാദികളും മാനസിക വിചക്ഷണരുടെയും ഹൃദയത്തിൽ ഭക്തിയുത സേവനത്തിന്റെ അതീന്ദ്രിയ ജ്ഞാനം പ്രചരിപ്പിക്കുന്നതിനായി അങ്ങ് അവതരിക്കുന്നു. പിന്നെ ഞങ്ങൾ സ്ത്രീജനങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുക? അപ്പൊ മൂന്നാമത്തതിൽ എന്താ പറയുന്നത്? നമ്മള് ഭഗവാനെ കാണാനല്ല ശ്രമിക്കേണ്ടത്, ഭഗവാനെ മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത്. ഞാൻ നേരത്തെ ശ്ലോകത്തിൽ ഞാൻ പറഞ്ഞു, നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭഗവാനെ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്നേഹത്തിന്റെ കൺമഷി എഴുതിയാൽ മാത്രമേ സാധിക്കുള്ളൂ. അടുത്ത ശ്ലോകം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. വിവർത്തനം. ഇന്ദ്രിയങ്ങളുടെയും ഗോക്കളുടെയും ഉത്സാഹഭരിതനാക്കുന്നവനും നന്ദമഹാരാജാവിന്റെയും വൃന്ദാവനത്തിലെ മറ്റു ഗോപന്മാരുടെയും ബാലകനും ദേവകിയുടെ ആനന്ദനിധിയും വസുദേവപുത്രനുമായി തീർന്ന ഭഗവാന് എന്റെ ആദരപൂർവമായ വന്ദനങ്ങൾ അർപ്പിക്കാൻ അനുവദിച്ചാൽ. നാലാമത്തേൽ എന്താ പറയുന്നത്? ഭഗവാന്റെ റിയൽ ഐഡന്റിറ്റി എന്താണെന്നുള്ളതാണ് കുന്തിദേവി പറയുന്നത്. അതിനുശേഷം അടുത്ത ശ്ലോകം. നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. വിവർത്തനം. നാഭിയിൽ താമരപ്പൂവിന്റെ അടയാളമുള്ളവനും സദാ പൂമാലകളാൽ അലങ്കരിക്കപ്പെട്ടവനും താമരപ്പൂ പോലെ സൗമ്യമായ കടാക്ഷത്തോടു കൂടിയവനും പാദങ്ങളിൽ പങ്കജ മുദ്രകളുമുള്ളവനുമായ ഭഗവാനെ, അങ്ങയ്ക്ക് എന്റെ ആദരപൂർവമായ പ്രണാമങ്ങൾ. അപ്പൊ ഈ ശ്ലോകത്തിൽ എന്താണ് കുന്തിദേവി പറയുന്നത്? ഭഗവാന്റെ ഫീച്ചേഴ്സ്, ബോഡി ഫീച്ചേഴ്സ് എങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. അടുത്ത ശ്ലോകം. യഥാ ഋഷികേശ ഖലേന ദേവകി കംസേന രുദ്ധാദി ചിരം സുചാർപ്പിതാ വിമോചിതാഹം ച സഹാത്മജാ വിഭോ ത്വയൈവ നാഥേന മുഹുർവിപദ്ഗണാത്. വിവർത്തനം. അലയോ ഋഷികേശ, ഇന്ദ്രിയങ്ങളുടെ നാഥനും പ്രഭുക്കന്മാരുടെ അധിപനുമായ അങ്ങ് കംസരാജാവിനാൽ ദീർഘകാലം തടവിലാക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത അങ്ങയുടെ മാതാവായ ദേവകിയെ സ്വതന്ത്രമാക്കുകയും എന്നെയും എന്റെ മക്കളെയും അനുക്രമമായ ആപത്തുകളിൽ നിന്ന് സദാ സംരക്ഷിക്കുകയും ചെയ്തു. അപ്പൊ ഈ ശ്ലോകത്തിലെ കുന്തിദേവി എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഭഗവാൻ എങ്ങനെയാണ് ഭഗവാന്റെ ഭക്തന്മാരെ സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഈ 6ാമത്തെ ശ്ലോകത്തില് കുന്തിദേവി പറയുന്നത്. അടുത്ത ശ്ലോകം. വിഷാൻ മഹാഗ്നേ പുരുഷാദദർശനാത് അസത് സഭായ വനവാസകൃച്ഛ്രതഃ മൃധേ മൃധേ അനേക മഹാരഥാസ്ത്രദോ ദ്രൗണ്യസ്ത്രതശ്ചാസ്മ ഹരേ അഭിരക്ഷിതാഃ. വിവർത്തനം. എന്റെ എത്രയും പ്രിയപ്പെട്ട കൃഷ്ണ, വിഷമയമായ മധുര പലഹാരങ്ങളിൽ നിന്നും മഹാഗ്നിയിൽ നിന്നും നരഭോജികളിൽ നിന്നും ദുഃഖവൃത്തമായ സഭയിൽ നിന്നും വനവാസ കാലഘട്ടത്തിലുണ്ടായ വിഷമതകളിൽ നിന്നും മഹാരഥന്മാർ യുദ്ധം ചെയ്ത പോർക്കളത്തിൽ നിന്നും അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു. ഇപ്പോൾ അശ്വത്ഥമാവിന്റെ അതിവിനാശകരമായ അസ്ത്രങ്ങളിൽ നിന്നും അങ്ങ് ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. ഈ 7ാമത്തെ ശ്ലോകത്തിൽ എന്താണ് കുന്തിദേവി പറയുന്നത്? എന്തൊക്കെ കഷ്ടതകള് കുന്തിദേവിക്ക് ഉണ്ടായി എന്നും അത് എങ്ങനെ ഓരോ കഷ്ടതകളിൽ നിന്നും ഭഗവാൻ എങ്ങനെ അവരെ സംരക്ഷിച്ചു എന്നുള്ളതുമാണ് ഈ 7ാമത്തെ ശ്ലോകത്തില് കുന്തിദേവി പറഞ്ഞിരിക്കുന്നത്. 8ാമത്തെ ശ്ലോകം. വിപത സന്തുത ശശ്വ തത്ര തത്ര ജഗദ്ഗുരോ ഭവദോ ദർശനം യത് സ്യാത് അപുനർഭവദർശനം. വിവർത്തനം. അത്തരം മഹാവിപത്തുക്കൾ വീണ്ടും വീണ്ടും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ അപ്പോൾ മാത്രമേ ഞങ്ങൾക്ക് അങ്ങയെ വീണ്ടും വീണ്ടും ദർശിക്കാനാവുകയുള്ളൂ. ഭഗവാനെ ദർശിക്കുക എന്നാൽ ജനന മരണ ആവർത്തന ചക്രത്തിൽ നിന്നുള്ള മോചനം എന്നാണ് അർത്ഥം.
8ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? നമ്മൾ ആരും ചോദിക്കാത്തൊരു കാര്യമാണ് കുന്തിദേവി ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നത്? വീണ്ടും വീണ്ടും വിപത്തുകൾ വരട്ടെ, എന്നാൽ എനിക്ക് ഭഗവാൻ എപ്പോഴും ഞങ്ങളുടെ ഒപ്പം കാണുമെന്നാണ് കുന്തിദേവി പറയുന്നത്. ജനറലി ആരും ചോദിക്കാത്തതാണ്. ആൻഡ് വേറൊരു കാര്യം ഇതിൽ കുന്തിദേവി പറയുന്നത് എന്താണ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ എന്നും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവുകയും ഭഗവാന്റെ മേഴ്സിക്ക്, ദയക്ക് നമ്മൾ പാത്രമാവുകയും അതുപോലെ തന്നെ ഈ സംസാര ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾക്ക് കഴിയുകയും ചെയ്യും എന്നാണ് കുന്തിദേവി 8ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. 9ാമത്തെ ശ്ലോകം. ജന്മൈശ്വര്യശ്രുത ശ്രീഭിർ ഏതമാനാമദപുമാൻ നൈവാർഹതി അഭിതാതും വൈ ത്വാമഖിഞ്ചന ഗോചരം. വിവർത്തനം. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ സനാതനമായ ആത്മീയ ധാമം പ്രാപ്തമാകുക വളരെ ലളിതമാണ്. പക്ഷേ നശ്വരമായ ഭൗതിക കാര്യങ്ങളിൽ വ്യാപൃതരായവർക്ക് അങ്ങയെ പ്രാപിക്കുക അത്യന്തം പ്രയാസകരമാകുന്നു. സ്വന്തം വംശം, സമ്പത്ത്, ഉന്നത വിദ്യാഭ്യാസം, ശരീര സൗന്ദര്യം തുടങ്ങിയ ലൗകിക കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരാൾക്ക് പൂർണ്ണ മനസ്സോടെ അങ്ങയെ സ്മരിക്കുവാൻ കഴിയാത്തതിനാൽ അവർക്കെന്നും അങ്ങ് അപ്രാപ്യൻ തന്നെയായിരിക്കും. അപ്പൊ ഇതില് കുന്തിദേവി പറയുന്നത് 4 ഐശ്വര്യങ്ങളെ കുറിച്ചാണ്. എന്താ പറയുന്നത്? ജന്മ, ഐശ്വര്യ, ശ്രുത, ശ്രീബിർ. അതായത് ബർത്ത് താഴെ കൊടുത്തിട്ടുണ്ട്. പാരന്റേജ്, അതായത് വളരെ വലിയ കുടുംബത്തിൽ ജനിച്ചു, ഗ്രേറ്റ് ഒപ്പുലൻസ്, ഒരുപാട് പൈസയുണ്ട്, ഐശ്വര്യങ്ങളുണ്ട്. ശ്രുത, ശ്രീബിർ, ഹൈ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ബ്യൂട്ടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാര് എന്താ സംഭവിക്കുക? നമ്മള് ഭഗവാന്റെ അടുത്ത് എത്താൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണ്? ഈ 4 കാര്യങ്ങൾ എന്തുകൊണ്ടാ കിട്ടുക? നമ്മള് നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആണ് നമുക്ക് ഈ 4 കാര്യങ്ങൾ, ഈ 4 ഒപ്പുലൻസും നമുക്ക് കിട്ടുക. അപ്പൊ ഇതുകൊണ്ട് എന്താ സംഭവിക്കുക? ഏതമാനാമദപുമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് വളരെ പ്രൗഡാവും. അപ്പൊ ഈ പ്രൗഡായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള കുഴപ്പം എന്താണ്? അതെപ്പോഴും നമ്മളെ ഭഗവാന്റെ അടുത്തുനിന്ന് വളരെ ദൂരേക്ക് കൊണ്ടുപോകും. ഈ എല്ലാ കാര്യങ്ങളും ഉണ്ടാവരുത് എന്നല്ല പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് അഹങ്കാരം ഉണ്ടാവില്ല. 10ാമത്തെ ശ്ലോകം. നമോ അകിഞ്ചന വിത്തായ നിവൃത്താ ഗുണവൃത്തയേ ആത്മാ രാമായ ശാന്തായ കൈവല്യപതയേ നമഃ. വിവർത്തനം. ഭൗതികമായി ദരിദ്രരായവരുടെ അമൂല്യ സമ്പത്തായ അങ്ങേക്ക് എന്റെ പ്രണാമങ്ങൾ സമർപ്പിക്കുന്നു. ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളുടെ പ്രതിപ്രവർത്തനങ്ങൾ അങ്ങയെ ബാധിക്കുന്നില്ല. അങ്ങ് സ്വയം സംതൃപ്തനാകയാൽ അതീവ സൗമ്യനും അദ്വൈതവാദികളുടെ അധിപനുമാകുന്നു. ഈ 10ാമത്തേല് എന്താ പറയുന്നത്? ഭഗവാൻ he is the master of materially poor people. Materially poor people എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ 4 ഒപ്പുലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരെ മെറ്റീരിയലി poor എന്ന് പറയും. അപ്പോ ഈ മെറ്റീരിയൽ നേച്ചർ നമ്മൾക്ക് ഇഫക്റ്റ് ആവില്ല. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഡിവോട്ടീസ് ആയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്ത ശ്ലോകം. മന്യേ ത്വാം കാലമീശാനാം അനാദിനിധനം വിഭും സമം ചരന്തം സർവത്ര ഭൂതാനാം യന്മിതക്കലിഹി. വിവർത്തനം. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ആധിപത്യം ശാശ്വതവും പരമവും ആദിയും അന്തമില്ലാത്തതും സർവവ്യാപിയുമായ ഒന്നാണെന്ന് ഞാൻ നിരൂപിക്കുന്നു. കൃപ ചൊരിയുന്നെങ്കിൽ അങ്ങ് ഏവരെയും സമാനരായി കണക്കാക്കുന്നു. ജീവാത്മാക്കൾ തമ്മിലുള്ള കലഹത്തിന് നിദാനം സാമൂഹ്യ ബന്ധങ്ങളാകുന്നു. അപ്പൊ ഇതിന്ന് ഭഗവാൻ എന്താ പറയുന്നത്? ഭഗവാൻ പറയുന്നത് ഞാന് എല്ലാവർക്കും ഒരുപോലെയാണെന്ന്, കൃപ ചൊരിയുന്നതിൽ അങ്ങ് എല്ലാവരെയും സമാനമായി കണക്കാക്കുന്നു. അതായത് ഭഗവാൻ ഒരു ഡിഫറൻസും കാണുന്നില്ല. എല്ലാ ജീവജാലങ്ങളെയും ഭഗവാൻ ഒരുപോലെ തന്നെയാണ് കണക്കാക്കുന്നത്. അടുത്ത ശ്ലോകം.
നവേദ കശ്ചിത് ഭഗവാൻശ്ചികീർഷിതം തവേഹമാനസ്യ നൃണാം വിഡംബനം നയസ്യ കശ്ചിത് ദൈതോസ്തി കർഹിജിത് ദേശ്യശ്ച യസ്മിൻ വിഷമാമതിർനൃണാം. വിവർത്തനം. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ മനുഷ്യാവതാരത്തിലുള്ള അതീന്ദ്രിയ ലീലകൾ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആകയാൽ അവ വഴിതെറ്റിക്കുന്നവയാകുന്നു. അങ്ങേക്ക് സവിശേഷ പ്രീതിയുളവാക്കുന്ന യാതൊരു വസ്തു ഇല്ലെന്ന് മാത്രമല്ല, അങ്ങേക്ക് അസൂയ ഉളവാക്കുന്ന യാതൊരു പൊരുളുമില്ല. പക്ഷേ ജനങ്ങൾ അങ്ങ് പക്ഷഭേദക്കാരനാണെന്ന് സങ്കല്പിക്കുന്നു. അപ്പൊ ഈ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാൻ പാർഷ്യലാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഭഗവാൻ ഒരിക്കലും പാർഷ്യലല്ല. ഈ സൂര്യപ്രകാശം എങ്ങനെയാണോ എല്ലാവർക്കും കിട്ടുന്നത് പോലെ ഭഗവാനും എല്ലാവർക്കും അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾക്ക് അതിനുള്ള യോഗ്യത, പാത്രം നല്ലതാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടാനുള്ള യോഗ്യത ഉണ്ടാവുള്ളൂ. ഭഗവാൻ എല്ലാവർക്കും ഒരുപോലെയാണ്. പക്ഷെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ആരാണോ എന്നെ കൂടുതൽ വിളിക്കുന്നത് അവരോട് എനിക്ക് കുറച്ചൊരു ഇഷ്ടം കൂടുതലുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അതേപോലെ തന്നെയാണ് ഭഗവാൻ പറയുന്നത്, സൂര്യന്റെ രശ്മികളെ പോലെ എല്ലാവർക്കും ഞാൻ ഓപ്പൺ ആണ്. പക്ഷെ ആരാണോ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നത് അവർക്ക് ഞാൻ കുറച്ചുകൂടെ ഈസിലി അവൈലബിൾ ആണ് എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകം. ജന്മ കർമ്മ ച വിശ്വാത്മന് അജസ്യാകർത്തുർ ആത്മനഃ വീര്യാൻ നിർഋഷിഷു യഥാസു തദ് അത്യന്ത വിഡംബനം. അല്ലയോ വിശ്വപ്രപഞ്ച തേജസ്സേ, അങ്ങ് നിഷ്ക്രിയനായി കാണപ്പെടുന്നുവെങ്കിൽ തന്നെയും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ജീവാധാരമായ അടിസ്ഥാന ശക്തിയും അങ്ങു തന്നെയാണ്. ജനനമില്ലാത്തവനാകയാൽ അജൻ അങ്ങയെ അവതാരമെന്ന് വിശേഷിപ്പിക്കുന്നു. അങ്ങ് സ്വയം മനുഷ്യരിലും മൃഗങ്ങളിലും ഋഷിമാരിലും സമുദ്രജീവികളിലും ആരോഹണം ചെയ്തിരിക്കുന്നു. സത്യത്തിൽ ഇത് വിഭ്രമാജനകം തന്നെ. അപ്പൊ ഈ ശ്ലോകത്തില് എന്താ പറയുന്നത്? ഭഗവാന്റെ ലീലകള് നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയാത്തതാണ്. അപ്പോ ഭഗവാൻ ഇനിയിപ്പോ ബോറിന്റെ രൂപത്തിൽ വന്നോ, ഫിഷിന്റെ രൂപത്തിൽ വന്നോ, പക്ഷെ ഭഗവാൻ എന്നും സുപ്രീമാണ് ഇൻ ഓൾ സർക്കംസ്റ്റാൻസസ്. അടുത്ത ശ്ലോകം. ഗോപ്യാഗതേ ത്വയി കൃതാഗസി ധാമ താവത് യാതേ ദശാശ്രു കലിലാഞ്ജന സംഭ്രമാക്ഷം വക്രം നിനീയ ഭയഭാവനയാ സ്ഥിതസ്യ സാമാം വിമോഹയതി ഭീരവിയദ്വിവേത്തി. എന്റെ പ്രിയപ്പെട്ട കൃഷ്ണ, അങ്ങ് ഒരിക്കൽ വികൃതി കാട്ടിയപ്പോൾ യശോദാ മാതാവ് അങ്ങയെ ബന്ധിക്കാനായി കയറെടുത്തു. അപ്പോൾ അങ്ങയുടെ കലങ്ങിയ നയനങ്ങൾ അശ്രുക്കളാൽ നിറയുകയും ആ കണ്ണീരിനാൽ അങ്ങയുടെ നയനങ്ങളിലെ കൺമഷി കലങ്ങുകയും ചെയ്തു. ഭയരൂപം പൂണ്ട സത്വം പോലും അങ്ങയെ ഭയപ്പെടുന്നുവെങ്കിലും അങ്ങ് ഭീതി പൂണ്ടവനായി കാണപ്പെട്ടു. ഈ കാഴ്ച നിശ്ചയമായും എനിക്ക് അമ്പരപ്പുളവാക്കുന്നതാണ്. അപ്പൊ ഈ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? ഭഗവാന്റെ ദാമോദർ ലീലയെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. അതായത് കുന്തിദേവി പറയുന്നത്, ഈവൻ ഡെത്ത് ഫിയർ പെർസോണിഫൈഡ് ഭഗവാനെ കണ്ട് പേടിക്കുന്നതാണ്. ആ ആള് യശോദാമയ്യയുടെ ഇത്രയും പോകുന്ന ഒരു ചെറിയ വടിയുടെ മുമ്പില് പേടിച്ചു നിൽക്കുന്നത് കാണുമ്പോ എനിക്ക് തന്നെ അതിശയം തോന്നുന്നു. എങ്ങനെ മനസ്സിലാക്കും ഭഗവാനെ എന്നാണ് കുന്തിദേവി ചോദിക്കുന്നത്. അടുത്ത ശ്ലോകം. കേചിദാഹുരജം ജാതം പുണ്യശ്ലോകസ്യ കീർത്തയേ യദോ പ്രിയസ്യാൻവവായേ മലയസ്യേവ ചന്ദനം. വിവർത്തനം. അജനായ അങ്ങ് ജാതനായത് ദൈവഭക്തിയുള്ള ധർമ്മശീലരായ രാജാക്കന്മാരുടെ കീർത്തിക്ക് വേണ്ടിയാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ വേറെ ചിലരാവട്ടെ അങ്ങയുടെ പ്രിയഭക്തനായ യദുരാജാവിനെ സന്തോഷിപ്പിക്കുവാനായിട്ടാണ് ജാതനായതെന്ന് അഭിപ്രായപ്പെടുന്നു. മലയക്കുന്നുകളിലെ ചന്ദ്രവൃക്ഷത്തെ പോലെയാണ് അങ്ങ് യദുകുലത്തിൽ ജന്മമെടുത്തത്. ഈ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ഭഗവാന്റെ അപ്പിയറൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ലോകത്തിലെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അസുരന്മാരെ
അസുരന്മാരെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ടാണ് ഭഗവാൻ വരുന്നത്. അടുത്ത ശ്ലോകം. അപരേ വസുദേവസ്യ ദേവക്യാം യാചിതോ അഭ്യഗാത് അജസ്ത്വമസ്യ ക്ഷേമായ വദായ ച സുരദ്വിഷാം. വിവർത്തനം. വസുദേവരുടെയും ദേവകിയുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടാകുന്നു അങ്ങ് അവരുടെ പുത്രനായി അങ്ങ് അവതാരമെടുത്തതെന്ന് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നു. നിസ്സംശയം അങ്ങ് അജനാണ്. എങ്കിലും ദേവന്മാരുടെ നന്മയ്ക്കും അവരോട് അസൂയയുള്ളവരെ നിഗ്രഹിക്കുവാനും വേണ്ടിയാണ് അങ്ങ് അവതരിച്ചത്. 17ാമത്തെ ശ്ലോകത്തില് എന്താണ് പറയുന്നത്? ഭഗവാനെ കുറിച്ച്, അതായത് ഭഗവാൻ അജനാണ്, എന്നാൽ കൂടെ ഭഗവാന്റെ ഭക്തന്മാരെ രക്ഷിക്കാനും അവരുടെ അനുഗ്രഹത്തിനും വേണ്ടിയിട്ട് ഭഗവാൻ അവതരിച്ചു. അടുത്ത ശ്ലോകം. ഭാരാവതാരണായാന്യേ ഭുവോ നാവൈവോദോ സീദന്ത്യാ ഭൂരി ഭാരേണ ജാതോ ഹി ആത്മഭുവാർത്തിതഃ. വിവർത്തനം. ഭൂമിദേവി എപ്പോൾ അമിതഭാരത്തിൽ വേദനിക്കുന്നുവോ അപ്പോൾ അങ്ങയുടെ പുത്രനായ ബ്രഹ്മദേവന്റെ പ്രാർത്ഥന പ്രകാരം ദേവിയുടെ കഷ്ടതയെ ലഘൂകരിക്കാൻ വേണ്ടിയാണ് അങ്ങ് ഭൂമിയിൽ അവതരിച്ചിരുന്നെന്ന് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നു. അപ്പൊ ഇതിലെന്താ പറയുന്നത്? ഭൂമിദേവിയുടെ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അപ്പിയർ ആയെന്നത്. നമുക്കറിയാം, ബ്രഹ്മാവ് ഭഗവാന്റെ നാഭിയിൽ നിന്ന്, വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് പത്മനാഭൻ എന്ന പേര് ഭഗവാന് ഉണ്ടായിരിക്കുന്നത്. ഹരേ കൃഷ്ണ. അടുത്ത വേഴ്സ്. ഭവേ അസ്മിൻ ക്ലിശ്യമാനാനാം അവിദ്യാ കാമകർമ്മഭിഃ ശ്രവണസ്മരണാർഹാനി കരിഷ്യന്നിതി കേചന. വിവർത്തനം. ഭൗതികമായ കഠോര വേദന അനുഭവിക്കുന്ന ബന്ധനസ്ഥരായ ആത്മാക്കൾ ഭക്തിയുത സേവന മാർഗമായ ശ്രവണം, സ്മരണം, കീർത്തനം, ആരാധന തുടങ്ങിയവയെ പുനരുജ്ജീവിപ്പിച്ച് മുക്തിപ്രാപ്തമാകുവാൻ ചെയ്യുവാൻ വേണ്ടിയാണ് ഭഗവാൻ അവതരിക്കുന്നതെന്ന് വേറെ ചിലർ അഭിപ്രായപ്പെടുന്നു. അതായത് ഭഗവാൻ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് അവതരിച്ചെന്നുള്ളത്, ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടെന്നുള്ളത് കുന്തിദേവി ഓരോരോ കാരണങ്ങൾ എടുത്തെടുത്ത് പറയുന്നു. അപ്പോ നമ്മള് ജീവാത്മാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്താണ്? ഈ ബോഡിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമാണ് ഭഗവാന് വേണ്ടി സേവനം ചെയ്യുക. ആൻഡ് അതിൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ശ്രവണം, സ്മരണം, കീർത്തനം ഇതൊക്കെ നവവിധ ഭക്തിയുടെ അംഗങ്ങളാണ്. നമുക്കറിയാം, ശ്രവണം, സ്മരണം, കീർത്തനം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇതാണ് നവവിധ ഭക്തിയുടെ 9 അംഗങ്ങൾ. അടുത്ത ശ്ലോകം. ശൃണ്വന്തി ഗായന്തി ഗൃണന്തി അഭിക്ഷ്ണശഃ സ്മരന്തി നന്ദന്തി തവേഹിതം ജനാഃ തയേവ പശ്യന്തി അചിരേണ താവകം ഭവപ്രവാഹോ പരമം പദാംബുജം. വിവർത്തനം. അല്ലയോ കൃഷ്ണ, ആരാണോ അങ്ങയുടെ സർവാതിശായിയായ ആത്മജ്ഞാനപരമായ അതീന്ദ്രിയ കർമ്മങ്ങളെ കുറിച്ച് നിരന്തരം ശ്രവിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ അപ്രകാരം പ്രവർത്തിക്കുന്നതിൽ ആനന്ദം അനുഭവിക്കുന്നത്, അവർക്ക് നിശ്ചയമായും ഈ ജനി മൃതി നിർഭരമായ ഇഹലോക ബന്ധങ്ങളിൽ നിന്നും മോചനമേകാൻ ഏകപ്രാപ്തിയുള്ള അങ്ങയുടെ പാതാരവിന്ദങ്ങളെ ദർശിക്കാൻ കഴിയുന്നു. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭഗവാനെ പറ്റി പറഞ്ഞിരിക്കുന്നത്, അതായത് നമ്മൾക്ക് ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് മുക്തി നൽകാൻ ആകെ സാധിക്കുന്ന ഒരാളാരാണ്? ഭഗവാനാണെന്നുള്ളതാണ്. അതിനുള്ള യോഗ്യത എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഭഗവാന്റെ ലീലകളെ കുറിച്ച് സംസാരിക്കുകയും കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനുള്ള ക്വാളിഫിക്കേഷൻ കിട്ടുന്നത്. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം. അപ്യദ്യാനസ്ത്വം സ്വകൃതേ ഹിത പ്രഭോ ജിഹാസസി സ്വിത്സുഹൃദോ അനുജീവിനഃ
യേഷാം ന ചാന്യത് ഭവതഃ പദാംബുജാത് പരായണം രാജസു യോജിതാം ഹസാം. വിവർത്തനം. അല്ലയോ ഭഗവാനെ, അങ്ങ് സ്വന്തം കർമ്മങ്ങളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞു. എല്ലാ രാജാക്കന്മാരും ഞങ്ങളോട്, പാണ്ഡവരോട് ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുന്ന ഈ സാഹചര്യത്തിൽ അങ്ങയുടെ ദയയെ മാത്രമാണ് ഞങ്ങൾ ആശ്രയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, അങ്ങല്ലാതെ വേറെ ആരെയും ഞങ്ങളെ സംരക്ഷിക്കാനില്ല. ഞങ്ങളുടെ ഏകാശ്രയവും ഏകാവലംബവുമായ അങ്ങ് ഇന്ന് ഞങ്ങളെ ഉപേക്ഷിച്ച് പോവുകയാണ്. അപ്പൊ കുന്തിദേവി ചോദിക്കുന്നത്, ആക്ച്വലി പാണ്ഡവന്മാരാണ് ഏറ്റവും ഭാഗ്യം ചെയ്ത ആൾക്കാർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭാഗ്യം എല്ലാം എന്തുകൊണ്ടാണ്? ഭഗവാന്റെ ദയയും കൊണ്ട് കിട്ടിയതാണ്. അപ്പൊ നമ്മള് ഭഗവാന്റെ അടുത്ത് സറണ്ടർ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ മെറ്റീരിയൽ എക്സിസ്റ്റൻസ് നിന്ന് തന്നെ നമുക്ക് എല്ലാ കാര്യത്തിൽ നിന്നും മുക്തി നേടാൻ നമുക്ക് സാധിക്കും. കേവയം നാമരൂപാഭ്യാം യദുഭിഃ സഹ പാണ്ഡവാഃ ഭവതോ ദർശനം യർഹി ഋഷികാണാമിവേഷിതുഃ. വിവർത്തനം. ഒരു പ്രത്യേക ശരീരത്തിന്റെ പേരും പ്രശസ്തിയും ചേതനാത്മാവിന്റെ മരണാന്തരം വിസ്മരിക്കപ്പെടുന്നത് പോലെ അങ്ങ് ഞങ്ങളെ സംരക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ സർവപ്രശസ്തിയും പ്രവർത്തനങ്ങളും പാണ്ഡവരുടെയും യദുകുലത്തിന്റെയും പ്രതാപകാലം കഴിയുന്നതോടെ തൽക്ഷണം അവസാനിക്കും. അപ്പൊ ഇതില് കുന്തിദേവി പറയുന്നത്, നമ്മൾ ഈ പവർ, പ്രസ്റ്റീജ് എന്നൊക്കെ എന്താ പറയാ, പ്രശസ്തി എന്നൊക്കെ പറഞ്ഞ് അതിന്റെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം അത് ഭഗവാന്റെ ദയ കൊണ്ട് നമുക്ക് കിട്ടിയതാണെന്നുള്ളതാണ്. എപ്പൊ നമ്മൾക്ക് അഹങ്കാരം വരുന്നു, നമ്മുടെ ഡൗൺഫോളിന്റെ സ്റ്റാർട്ടിങ്. അടുത്ത ശ്ലോകം. നേയം ശോഭിഷ്യതേ തത്ര യദേദാനിം ഗദാധരാ ത്വത്പദേരങ്കിതാ ഭാതി സ്വലക്ഷണാ വിലക്ഷിതൈഃ. വിവർത്തനം. അല്ലയോ ഗദാധര, ഞങ്ങളുടെ രാജ്യം ഇപ്പോൾ അങ്ങയുടെ പാദമുദ്രണത്താൽ മനോഹരമായി ദൃശ്യമാകുന്നു. എപ്പോൾ അങ്ങ് ഇവിടം ഉപേക്ഷിച്ച് യാത്രയാകുന്നുവോ അപ്പോൾ അവ മനോഹരങ്ങളല്ലാതായിരിക്കും. അപ്പൊ കുന്തിദേവി പറയുന്നത്, ഒന്നാമത്തെ കാര്യം പറയുന്നത് ഭഗവാന്റെ പാദങ്ങളിൽ എന്തൊക്കെ ചിഹ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഫ്ലാഗ് ഉണ്ട്, തണ്ടർ ബോൾട്ട് ഉണ്ട്, കൊടയുണ്ട്, ലോട്ടസ് ഉണ്ട്, ഡിസ്ക് ഉണ്ട്. അപ്പൊ ഇപ്പൊ ആരെങ്കിലും വന്നിട്ട് ഞാൻ ഭഗവാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അവരുടെ കാലാണ് നോക്കേണ്ടത്. ഈ ചിഹ്നങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പൊ കുന്തിദേവി പറയുന്നത് ഈ ചിഹ്നങ്ങളെല്ലാം ഭഗവാൻ ഈ ഹസ്തിനപുരത്തിൽ നടന്നിട്ട് അവിടെ എല്ലാം പതിഞ്ഞിട്ടുണ്ട്. ഇനി ഭഗവാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് ദുർഭാഗ്യകരമാണ് എന്നാണ് കുന്തിദേവി പറയുന്നത്. അടുത്ത ശ്ലോകം. ഇമേ ജനപദാഃ ശ്രദ്ധാഃ സ്വപക്ഔഷധി വനാദ്രിനദി ഉദൻവന്തോ വേദ്യന്തേ തവ വീക്ഷിതൈഃ. വിവർത്തനം. സർവനഗരങ്ങളും ഗ്രാമങ്ങളും എല്ലാ അർത്ഥത്തിലും സമൃദ്ധമായി തീർന്നിരിക്കുന്നു. എന്തെന്നാൽ ഔഷധികളും ധാന്യങ്ങളും വേണ്ടുവോളമുണ്ട്. വൃക്ഷങ്ങൾ ഫലസമൃദ്ധമാണ്. നദികൾ നിറഞ്ഞൊഴുകുന്നു. പർവ്വതങ്ങൾ ധാതുസമ്പുഷ്ടമാണ്. സാഗരങ്ങൾ നിധിശേഖരങ്ങളാണ്. ഭഗവാനെ, അങ്ങയുടെ കരുണാകടാക്ഷമാണ് ഈ സമൃദ്ധിക്കെല്ലാം കാരണം. അപ്പൊ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഹ്യൂമൻ പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് ഭഗവാന്റെ ഈ നാച്ചുറൽ റിസോഴ്സസിന്റെ ഗിഫ്റ്റ് കൊണ്ടാണ് ഉള്ളത്. അത് ഭഗവാന്റെ മേഴ്സിയാണ്, അല്ലാണ്ട് ഈ ഇൻഡസ്ട്രീസ് കണ്ടല്ല. അതുപോലെ തന്നെ എന്തൊക്കെയാണ് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് കുന്തിദേവി? ധാന്യങ്ങൾ, ഫലങ്ങൾ, നദികൾ നിറഞ്ഞൊഴുകുന്നു, അതായത് വെള്ളം, പർവ്വതങ്ങൾ, ധാതു മിനറൽസ് എല്ലാം ഉണ്ട്, സാഗരങ്ങൾ, നിധിശേഖരങ്ങളാണ്. അതായത് അത്രയും റിച്ച് ആണ്. എന്തുകൊണ്ടാണ്? നാച്ചുറൽ റിസോഴ്സസ് ഭഗവാൻ ഉള്ളത് കൊണ്ട് നാച്ചുറൽ റിസോഴ്സസും അതുപോലെ നിറഞ്ഞിരിക്കുന്നു. നമ്മൾ ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ സഫർ ചെയ്യേണ്ടി വരും. അടുത്ത ശ്ലോകം. അഥ വിശ്വാത്മന് വിശ്വമൂർത്തേ സ്വകേഷു മേ സ്നേഹപാശം ഇമം ചിന്തി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു. വിവർത്തനം.
അല്ലയോ പ്രപഞ്ച സൃഷ്ടാവേ, പ്രപഞ്ചത്തിന്റെ ആത്മാവേ, അല്ലയോ പ്രപഞ്ച സ്വരൂപത്തിന്റെ വ്യക്തി സത്വമേ, എന്നെ ബന്ധുജനങ്ങളുടെയും പാണ്ഡവന്മാരുടെയും വൃഷ്ണികളുടെയും സ്നേഹബന്ധത്തിൽ നിന്നും ദയവായി വേർപെടുത്തുക. അപ്പൊ എന്താണ് കുന്തിദേവി പറയുന്നത്? കുന്തിദേവി നമ്മൾക്ക് കാണിച്ചു തരികയാണ്, ഒരു നല്ല ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഭഗവാന്റെ അടുത്ത് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് നമ്മളെ കൂടുതൽ ഈ മെറ്റീരിയൽ വേൾഡില് ടൈ ചെയ്ത് വീണ്ടും കിടക്കും. അപ്പൊ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ അച്ഛനാണ്. അപ്പൊ നമ്മള് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് യഥാസമയം വേണ്ട പോലെ ഭഗവാൻ നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരും. നമുക്ക് വേണ്ടത് ഭഗവാനോടുള്ള ഭക്തിയും അതുപോലെ തന്നെ എന്ത് റിവേഴ്സൽസ് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും കുന്തി മഹാറാണിയുടെ പോലെ ജീവിതത്തില് കഷ്ടതകൾ ഉണ്ടായ വേറെ ആരും ഉണ്ടാവില്ല. ഏത് സമയത്ത് എന്ത് കഷ്ടതകളായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഭഗവാനെ എന്നും നമ്മൾ വിളിക്കണം. അതാണ് കുന്തിദേവി പറയുന്നത്. നമ്മൾ കംപ്ലീറ്റ്ലി ഭഗവാനെ സറണ്ടർ ആകും. എന്താണ് ഭഗവാൻ വിചാരിക്കുന്നത് അതുപോലെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ സറണ്ടർ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഭഗവാൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ട പോലെ നമുക്ക് ചെയ്തു തരും. അടുത്ത വേഴ്സ്. ത്വയി മേ അനന്യ വിഷയ മതിർ മധുപതേ അസകൃത് രതിം ഉദ്വഹദാദദ്ധ ഗംഗേ വൗഗം ഉദൻവതി. വിവർത്തനം. അല്ലയോ മധുസൂദന, യാതൊരു വിഘ്നവും കൂടാതെ നിത്യമായി ഗംഗാനദി സാഗരത്തിൽ നിപതിക്കുന്നത് പോലെ എന്റെ മനസ്സ് മറ്റൊന്നിലേക്കും വ്യതിചലിക്കാതെ അങ്ങയിൽ തന്നെ സദാ ഉറച്ചു നിൽക്കുവാനുള്ള ശക്തി എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ. അപ്പൊ എന്താണ് കുന്തിദേവി ആകെ ചോദിച്ചിരിക്കുന്ന പ്രാർത്ഥന? എന്താ ചോദിച്ചിരിക്കുന്നത്? എന്നും എങ്ങനെയാണോ ഗംഗ ഒരു തട്ടും ഒന്നിനും നിൽക്കാതെ ഒരു തട്ടും തടവും ഇല്ലാണ്ട് നേരെ പോയി സാഗരത്തിൽ പതിക്കുന്നത്, അതുപോലെ എന്നും എന്റെ മനസ്സ് ഭഗവാന്റെ പാദങ്ങളിൽ ഉണ്ടായിരിക്കണം. ഉറച്ചു നിൽക്കാനുള്ള ആ ഡിറ്റർമിനേഷൻ, അതാണ് കുന്തിദേവി ചോദിക്കുന്നത്. അടുത്ത ശ്ലോകം. ശ്രീകൃഷ്ണ കൃഷ്ണ സഖാ വൃഷ്ണി ഋഷഭാവനി ദൃഗ് രാജന്യവംശ ദഹന അനപവർഗ വീര്യ ഗോവിന്ദ ഗോദ്വിജ സുരാതി ഹരാവതാര യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ. വിവർത്തനം. അല്ലയോ കൃഷ്ണ, അർജുന തോഴ, അല്ലയോ വൃഷ്ണി വംശാധിപ, പ്രപഞ്ച നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ ശക്തികളുടെ അന്തകനാണ് അങ്ങ്. അങ്ങയുടെ ശൗര്യം ഒരിക്കലും ക്ഷയിക്കുന്നില്ല. അതീന്ദ്രിയ ധാമത്തിന്റെ നിയന്താവാണ് അങ്ങ്. ഭക്തർക്കും ബ്രാഹ്മണർക്കും ഗോക്കൾക്കും ഉണ്ടാകുന്ന എല്ലാ കൊടിയ വിപത്തുക്കളിൽ നിന്നും അങ്ങ് അവരെ സംരക്ഷിക്കുന്നു. എല്ലാ ദിവ്യശക്തികളും അങ്ങയിൽ കുടികൊള്ളുന്നു. ഈ സമഗ്ര പ്രപഞ്ചത്തിന്റെയും ഗുരുവാണ് അങ്ങ്. സർവശക്തനായ പരമദൈവം അങ്ങാകുന്നു. ശക്തിമാനായ അങ്ങയെ ഞാൻ സാദരം പ്രണമിക്കുന്നു. അപ്പൊ ഇതില് മുഴുവൻ ഭഗവാന്റെ ഓരോരോ ക്വാളിറ്റീസിനെ കുറിച്ച്, എന്താണ് ഭഗവാൻ എന്നതിനെ കുറിച്ചാണ് കുന്തിദേവി ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതോടുകൂടെ കുന്തിദേവിയുടെ പ്രാർത്ഥന കംപ്ലീറ്റ്. ഹരേ കൃഷ്ണ മണ്ഡൽ പ്രഭു. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ്, സ്ക്രീൻ ഷെയർ മാറ്റാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ മനോഹരമായിട്ട് കുന്തിദേവിയുടെ പ്രാർത്ഥനകൾ നമ്മൾ കേട്ടു. ഭഗവാനെ പറ്റി ഏതൊക്കെ രീതിയിലാണ് കുന്തിദേവി കാണുന്നത്, ഭഗവാൻ എന്തെല്ലാം വിശേഷതകളിലാണ് അറിയപ്പെടുന്നത്, ഈ ഒരു അറിവിലൂടെ ആയിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു ശ്രദ്ധയിലൂടെ ആയിരിക്കണം ഭഗവാനെ നമ്മൾ സ്മരിക്കേണ്ടത്. ലാസ്റ്റിൽ പറഞ്ഞു നിർത്തി, ശ്രീകൃഷ്ണ കൃഷ്ണ സഹ വിഷ്ണുഷഭാവനിദൃഗ് രാജന്യവംശദഹനാൻ അപവർഗവീര്യ ഗോവിന്ദ ഗോദ്വിജ സുരാപ്തിഹരാവതാര യോഗേശ്വര അഖില ഗുരു ഭഗവൻ നമസ്തേ. ഫസ്റ്റ് സെന്റൻസ് കുന്തിദേവി പറയാണ്, അല്ലയോ കൃഷ്ണ അർജുന തോഴ, അല്ലയോ വിഷ്ണു വംശാധിപ, പ്രപഞ്ച നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ ശക്തികളുടെ അന്തകനാണ് അങ്ങ്. അങ്ങയുടെ ശൗര്യം ഒരിക്കലും ക്ഷയിക്കുന്നില്ല.
അതീന്ദ്രിയ ധാമത്തിന്റെ നിയന്ത്രണമാണ് അങ്ങ്. ഭക്തർക്കും ബ്രാഹ്മണർക്കും ഗോക്കൾക്കും ഉണ്ടാകുന്ന എല്ലാ കൊടിയ വിപത്തുകളിൽ നിന്നും അങ്ങ് അവരെ സംരക്ഷിക്കുന്നു. എല്ലാ ദിവ്യശക്തികളും അങ്ങയിൽ കുടികൊള്ളുന്നു. ഈ സമഗ്ര പ്രപഞ്ചത്തിന്റെയും ഗുരുവാണങ്ങ്. സർവശക്തനായ പരമദൈവം അങ്ങാകുന്നു. അനന്തശക്തിമാനായ അങ്ങയെ ഞാൻ സാദരം പ്രണമിക്കുന്നു. എത്ര വലിയ പ്രയാസങ്ങൾ ഉണ്ടായാലും, ആരൊക്കെ നിരീശ്വരവാദപരമായി പ്രവർത്തിച്ചു കഴിഞ്ഞാലും നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം അവിടെയെല്ലാം ഭഗവാന്റെ സാന്നിധ്യം നമ്മളെ സംരക്ഷിക്കാൻ ഉണ്ടാകും. അവരുടെ അന്തകനാണ്. അത് ഏത് രൂപത്തിലാണ് വരുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഭഗവാൻ ഇങ്ങനെ നേരിട്ട് അതുപോലെ വരണമെന്നില്ല. ഭഗവാന്റെ അന്തരംഗ ശക്തികൾ ഏതൊക്കെ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അചിന്ത്യമാണ്. അവിടെയാണ് കംസനോട് അവിടെ അശരീരി വരുന്നത്. ഹേ മൂർഖ ഹംസ, നിന്റെ അന്തകൻ പിറന്നിരിക്കുന്നു. കംസൻ ആവുന്ന വിധമെല്ലാം നോക്കി കൃഷ്ണനെ കണ്ടുപിടിക്കാൻ, കൃഷ്ണനെ വധിക്കാൻ നടന്നില്ല. അവസാനം ഭഗവാൻ വന്നു. ആ മൂർഖ കംസൻ, ആ നിഷ്ഠൂരനായ ആ രാജാവിനെ, കംസനെ ഭഗവാൻ അവസാനം വധിച്ചു. അതുവരെ ശരിക്ക് കൃഷ്ണൻ കിടന്ന് കളിച്ചു. അതുപോലെ ആയിരിക്കും തീർച്ചയായിട്ടും ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്തിൽ ആരൊക്കെ രാഷ്ട്രീയവാദം ഉണ്ടാക്കുന്നുണ്ടോ അവരെല്ലാവരുടെയും അന്തകനായി ഭഗവാൻ പിറക്കും. ഒപ്പം നമ്മുടെ സംരക്ഷകനായിരിക്കും. അവിടെ വേറൊരു ശ്ലോകം നമ്മൾ പറയുന്നു. ശൃണ്വന്തി ഗായന്തി ഗിണന്തി അഭീഷ്ണശഃ സ്മരന്തി നന്ദന്തി തവേഹിതം ജനാഃ തവേവ പശ്യന്തി അചിരേണ താവകം ഭവപ്രവാഹോ പരമം പദാംബുജം. അല്ലയോ കൃഷ്ണ, ആരാണോ അങ്ങയുടെ സർവാതിശയികമായ ആത്മജ്ഞാനപരമായ അതീന്ദ്രിയ കർമ്മങ്ങളെ കുറിച്ച് നിരന്തരം ശ്രവിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ അപ്രകാരം പ്രവർത്തിക്കുന്നതിൽ ആനന്ദം അനുഭവിക്കുന്നത്, അവർക്ക് നിശ്ചയമായും ഈ ജനിമൃതി നിർഭരമായ ഇഹലോക ബന്ധത്തിൽ നിന്നും മോചനമേകാൻ ഏകപ്രാപ്തിയുള്ള അങ്ങയുടെ പാതാരവിന്ദങ്ങളെ ദർശിക്കാൻ കഴിയുന്നു. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ ഈ വേദി വിട്ട് നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഭഗവാന്റെ ആ പാദകമലങ്ങളെ സ്മരിക്കാൻ പ്രാപ്തിയാകണം. ഹരേ കൃഷ്ണ. ശ്യാമസ്മിത ദേവി ദാസി മാതാജി വളരെ മനോഹരമായി നമുക്ക് കുന്തി സ്തുതി നമുക്ക് പറഞ്ഞു തന്നു. ഈ പ്രാർത്ഥന ആദ്യമേ ഒരു കാര്യം പറഞ്ഞു. പ്രഭുപാദര് തന്റെ 70ാമത്തെ വയസ്സിൽ പോയപ്പോൾ ആരും സഹായിക്കാനില്ലായിരുന്നു, വളരെ കഷ്ടത അനുഭവിച്ചു. അദ്ദേഹം തെരഞ്ഞെടുത്ത ഈ ഒരു സ്തുതി, ആ കുന്തി സ്തുതി വായിച്ചപ്പോൾ പിന്നീട് ലോകം മുഴുവൻ പ്രഭുപാദരെ അറിയപ്പെട്ടു. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, എന്ത് കഷ്ടതകൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഭഗവാനെ സ്തുതിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കഷ്ടതകളിൽ നിന്നെല്ലാം പുറത്തു വന്ന് നമ്മൾ ശ്രേഷ്ഠനായി മാറി ലോകം മുഴുവൻ, ഭഗവാന്റെ ഭക്തന്മാരെ ലോകം മുഴുവൻ അറിയപ്പെടും. അതുപോലെ നമ്മളെയും തീർച്ചയായിട്ടും അറിയപ്പെടും. ഹരേ കൃഷ്ണ. ഇന്ന് ഈ വേദി ഇവിടുന്ന് പോകുമ്പോൾ, ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ആ കുന്തി ദേവി പ്രാർത്ഥിച്ചതുപോലെ ആ പ്രാർത്ഥനാ ശ്ലോകങ്ങൾ എല്ലായ്പ്പോഴും ഏത് നിമിഷവും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. ഹരേ കൃഷ്ണ. ഒരു 5 മിനിറ്റ് ബാക്കിയുണ്ട്. ഹരേ കൃഷ്ണ. 1 മിനിറ്റ് സുശീം പ്രഭു പറയാം, സംസാരിക്കാം. 1 മിനിറ്റ്. ഹരേ കൃഷ്ണ പ്രഭു. മാതാജി, താങ്ക് യു ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിച്ചത്. അതൊരു കാര്യം. രണ്ടാമത്, നമ്മൾ അറിഞ്ഞോ അറിയാതെ ദിവസവും കുന്തിസ്തുതിയിലെ ഒരു ശ്ലോകം ചൊല്ലുന്നുണ്ട് നമസ്കരിക്കുമ്പോൾ. കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദ. അത് ഓൾറെഡി ഹരേ കൃഷ്ണ ലൈനിൽ ഉള്ളൊരു സംഭവമാണ്, നമ്മൾ ശ്രദ്ധിച്ചാലും ഇല്ലേലും. രണ്ടാമത്, ഞാനൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രഭാഷണം ഇന്നലെ കേട്ടപ്പോൾ അതിനകത്ത് എന്തുകൊണ്ട് കുന്തി ദേവിയെ ഭഗവാൻ ഇത്രയും സംരക്ഷിച്ചു, സ്വന്തം അമ്മയച്ഛനെയും ഇത്രയും സഹായിച്ചിരുന്നില്ല ഭഗവാൻ. ദേവകി അത് നേരത്തെ ഉണ്ടായിരുന്ന കുട്ടികളെ സംരക്ഷിച്ചില്ല, പിന്നെ ഭഗവാന് മുമ്പേ വന്നവരൊന്നും സംരക്ഷിച്ചില്ല. പക്ഷെ കുന്തി ദേവിയെ സംരക്ഷിക്കാനുള്ള കാരണം കുന്തി ദേവിക്ക് ഭർത്താവില്ലായിരുന്നു, നിസ്സഹായ അവസ്ഥയാണ്. ഗവൺമെന്റും എതിരാണ് കുന്തി ദേവിക്ക്, മക്കളും അമ്മയും മാത്രമേ ഉള്ളൂ. അതാണ് നമ്മളെ നിസ്സഹായ അവസ്ഥയിലാണ് ഭഗവാൻ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത്. ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ് എക്സ്പ്ലെയിൻഡ്. പ്രഭുവിന്റെ പേര് ഞാൻ മറന്നുപോയി. ഞാൻ അങ്ങനെ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഈ താമരയുമായിട്ടുള്ള ഭഗവാന്റെ ബന്ധം. താമര വെള്ളത്തിലാണെങ്കിലും വെള്ളം അതിന്റെ പുറത്ത് വീണാൽ ഒന്നും സംഭവിക്കില്ല. അത് കണക്കാണ് ഭഗവാൻ ഈ മെറ്റീരിയൽ കാര്യങ്ങളിലൊന്നും യാതൊരുവിധ
ബന്ധവും ഭഗവാനില്ല. എന്നാൽ മെറ്റീരിയലായിട്ട് നിന്നപ്പോഴും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇതിന്റെ പുറകിൽ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. നമ്മൾ ശില്പ മാതാജിയിലോട്ട് വരുന്നു. പ്രഭു മാതാജി ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്മിത മാതാജി വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു കുന്തി ദേവി സ്തുതി. ശ്ലോകങ്ങളെല്ലാം വിവരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. സോ താങ്ക് യു വെരി മച്ച് മാതാജി. എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കർണശബദമാണ്, കഥകളിയിലെ കർണശബദം. കർണശബദം കളിക്കുമ്പോ കുന്തി ദേവി ഓഡിയൻസിന്റെ ഇടയ്ക്കൂടാണ് നടന്നു വരുന്നത് സ്റ്റേജിലോട്ട്. സോ വരുമ്പോ കർണൻ ചോദിക്കുന്നുണ്ട്, കുന്തി ദേവി അടുത്ത് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി കുന്തി ദേവി വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. സോ ഹീസ് എക്സ്പെക്ടിങ് മദർ ടു കം ആൻഡ് ലവ് ഹിം ആൻഡ് ഓൾ ദാറ്റ്. പക്ഷെ കുന്തി ദേവി അടുത്ത് കർണൻ ചോദിക്കുന്നുണ്ട്, അമ്മ എന്നെ ആ ബാസ്ക്കറ്റിൽ ഇടുമ്പോ അമ്മ എനിക്ക് ഉമ്മ തന്നിരുന്നോ? അമ്മ എന്നെ കെട്ടിപ്പിടിച്ചോ? എന്തായിരുന്നു അമ്മയുടെ ഇമോഷൻ? അമ്മ അങ്ങനെ ജസ്റ്റ് എന്നെ ഒഴുക്കി വിട്ടതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം കുന്തി ദേവിയുടെ എക്സ്പ്രഷൻസ് കാണണം. കുന്തി ദേവിക്ക് എന്ത് പറയണം എന്നറിയില്ല. കുന്തി ദേവി ശരിക്കും അവിടെ വന്നത് അർജുനന്റെ ലൈഫിനൊന്നും ചെയ്യാൻ പാടില്ല ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് വരുന്നത് കർണന്റെ അടുത്ത്. സോ ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. സ്മിത മാതാജി ഈ ഒരു കഥയൊക്കെ ഫസ്റ്റ് മുതലേ ക്ലിയർ ആയിട്ട് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. കുന്തി ദേവിയുടെ എല്ലാ വിഷയങ്ങളും കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഡോക്ടർ ജി ഹരേ കൃഷ്ണ, ഒരു മിനിറ്റ്. കുന്തി സ്തുതി വളരെ വിശദമായി വ്യക്തമായി വായിച്ചു മനസ്സിലാക്കി എന്ന സ്മിതാജിക്ക് പ്രത്യേക സ്തുതി അർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. രാജീവ് പ്രഭു ഉണ്ടോ? ഹരേ കൃഷ്ണ. പ്രഭു ഹരേ കൃഷ്ണ. മാതാജി വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. താങ്ക് യു. വളരെ നന്നായിട്ട് കുന്തി സ്തുതി ശരിക്കും പറഞ്ഞത് ആദ്യമായിട്ടാണ് ഞാൻ ഇത് കേൾക്കുന്നത്. വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നീരാജി ഹരേ കൃഷ്ണ. മാതാജിക്ക് ഇതുപോലെ ഇത് കുന്തി സ്തുതി ആദ്യമായിട്ട് കേൾക്കാം അവസരം തന്ന മാതാജിക്കും പ്രഭുവിനും എല്ലാവർക്കും നന്ദി. ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. എനിക്ക് മുഴുവൻ കേൾക്കാൻ അവസരം ഉണ്ടായില്ല. കേട്ടതൊക്കെ വളരെ ഭംഗിയായി. ഞാനിത് റെക്കോർഡിംഗ് ഒന്നുകൂടി കേട്ടിട്ട് വീണ്ടും അഭിപ്രായം പറയുന്നതായിരിക്കും. എന്നാലും വളരെ നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കലാധർ ദാസേട്ടുണ്ടോ അവിടെ? ഹരേ കൃഷ്ണ. ഇല്ലെന്ന് തോന്നുന്നു. ഹരേ കൃഷ്ണ. ശ്രീജിത്ത് ഹരേ കൃഷ്ണ. ശ്രീജി ഹരേ കൃഷ്ണ ഉണ്ടോ അവിടെ? ഹരേ കൃഷ്ണ, പറഞ്ഞോളൂ. മ്യൂട്ടാണ്. ഹരേ കൃഷ്ണ. നമസ്തേ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് സൂമിൽ ഇങ്ങനെ പങ്കെടുക്കുന്നത്. സന്തോഷം. അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി. നല്ലൊരു ക്ലാസ്. താങ്ക് യു. ഹരേ കൃഷ്ണ. നമസ്തേ. എല്ലാവരും വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ കൊള്ളാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അഭിനവ് അച്ഛനുണ്ടോ അവിടെ? ഹരേ കൃഷ്ണ. പുറത്തുപോയി. ഹരേ കൃഷ്ണ. സാന്റി മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. വളരെ നന്നായി ഞങ്ങൾക്കത് മനസ്സിലായി. നമ്മുടെ ജീവിതത്തിൽ നമുക്കിത് പ്രാർത്ഥിക്കാനും അതൊരു ഭാഗ്യം കുറെ കൂടി മനസ്സിലാക്കാനും സാധിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും കുന്തി സ്ഥിതി ഉൾപ്പെടുത്താനും ശ്രമിക്കും. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. റിജു മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജിയുടെ ക്ലാസ് ഇന്നത്തെ നന്നായിരുന്നു. പിന്നെ ഇത് കുന്തി സ്തുതി പഠിച്ചിട്ടുണ്ടെങ്കിലും കൂടി ഇത് ഇങ്ങനെ പ്രഭുപാദർ ഇങ്ങനെ ഈ മുമ്പ് ചൊല്ലിയത് കൂടി അറിഞ്ഞത് കൂടി കുറച്ചും കൂടി അത് നമുക്ക് ഇന്നും അത് ഡെയിലി അത് ചൊല്ലാനായിട്ട് പറ്റി. പിന്നെ മാതാജി കുന്തിയുടെ മുമ്പത്തെ കഥകളും എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നു. അപ്പൊ ഹരേ കൃഷ്ണ. ശ്യാമസുധീർ ദാസ് പ്രഭു ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മളത് കുറെ മുമ്പ് അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും മാതാജിനെ കുറെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. വീണ്ടും റിമൈൻഡ് ചെയ്യാൻ പറ്റി. നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി മനസ്സിലായി. അപ്പൊ ഞാൻ നല്ലതായിട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
അനിൽ ആചാരി, അനിൽ പ്രഭു ഉണ്ടോ അവിടെ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. സ്മിത മാതാജി നോർമൽ എന്നത്തെയും പോലെ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ ഭംഗിയായിട്ട് പ്രസന്റേഷൻ ചെയ്തിട്ടുണ്ട്. അത് വളരെ നന്നായിട്ടുണ്ട് പ്രഭു. ഹരേ കൃഷ്ണ. അഹല്യ, അനീഷ് പ്രഭു. ഹരേ കൃഷ്ണ. പ്രണാംസ്. ഞാൻ ഇത്രയും ലളിതമായിട്ട് മഹാഭാരതം മൊത്തം പറഞ്ഞത് വിത്ത് അബണ്ടന്റ് നെക്ടർ, സത്യമായിട്ട് അതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആണ് പ്രഭു. ഞാൻ ഇൻഫാക്ട് ഇത് കഴിഞ്ഞിട്ട് മാതാജി ഒന്ന് വിളിക്കാനിരിക്കുകയാണ്. കാരണം എനിക്ക് ആ മാതാജി പ്രിപ്പയർ ചെയ്ത നോട്ട്സ് ഒക്കെ ഒരു സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത്രയും ചെറിയ കാര്യങ്ങളാണേലും ഇത് ഭീകരമായിട്ടാണെന്നറിയാം അതിന്റെ ആ ഒരു ക്രീം ഇരിക്കുന്നത്. അത് ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ്. ഞാനത് സത്യമായിട്ട് ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നത്. ഇറ്റ് വാസ് ആൻ അമേസിങ് എക്സ്പീരിയൻസ്. ജയ ശ്രീല പ്രഭുപാദ്. പ്രഭുപാദ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും ഒരുമിച്ച് കണ്ടുമുട്ടത്തില്ല. എവിടെ മലയാളികളാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം, നമ്മൾ ആരും ഒരിക്കലും കണ്ടുമുട്ടത്തില്ല. ദിസ് ഇസ് എ പെർഫെക്റ്റ് പ്ലാറ്റ്ഫോം. ഓൾ ഗ്ലോറീസ് ടു ശ്രീല പ്രഭുപാദ്. ഹരേ കൃഷ്ണ. ഹരേ പരമ്പര. ആമി, രാജ്മോഹൻ പ്രഭു ഉണ്ടോ അവിടെ? പറഞ്ഞോളൂ. സൂര്യമാതാജി ഹരേ കൃഷ്ണ, പറഞ്ഞോളൂ. മ്യൂട്ടാണ്. ചേട്ടൻ അവിടെ ഓഫീസിൽ വർക്ക് ചെയ്യുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. നമ്മുടെ ജീവിതത്തില് ചിലപ്പോൾ ചില ഘട്ടങ്ങൾ വരുമ്പോൾ നമുക്ക് എങ്ങനെ അതിൽ നിന്നും രക്ഷ നേടാമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയില് ഈ ഇപ്പത്തെ ക്ലാസ് വളരെ ഉപകാരപ്പെടും. ഇപ്പൊ ഡെയിലി ഇത് ചൊല്ലണമെന്ന് ആഗ്രഹമുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മള് വീണ്ടും വരുന്നു. അനിത മാതാജി സംസാരിച്ചിരുന്നോ? ഇല്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ നന്നായിട്ടായിരുന്നു സ്മിത മാതാജി എക്സ്പ്ലെയിൻ ചെയ്തത്. പിന്നെ അതിന് ഇത്രത്തോളം പവർഫുൾ ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മൾക്കൊരു ആപത്ത് ഘട്ടത്തിൽ പോലും അത് ചെല്ലാന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. അറിയായിരുന്നെങ്കിലും കൂടി അതിന്റെ ആ പവർ പ്രഭുപാദർ പറഞ്ഞതിന് അനുസരിച്ചിട്ടാണ് അതിന്റെ പവർ മനസ്സിലായിരിക്കുന്നത്. ഇനിയിപ്പോ ഡെയിലി ചെല്ലാന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. വീണ്ടും സിമ്മി മാതാജി ഹരേ കൃഷ്ണ, പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. സ്മിത മാതാജിയുടെ റിയലി ഗ്രേറ്റ് താങ്ക്സ്. ഐ തിങ്ക് നമ്മൾ ഓരോ ലെക്ചർ അറ്റൻഡ് ചെയ്യുന്നതോടെ നമ്മൾ ഇവോൾവ് ആവാണ്. സ്പെഷ്യലി എൻ്റെ കാര്യം പറയാണ്, ഇങ്ങനെ കുന്തി സ്തുതി ഇങ്ങനെ ഉള്ള കാര്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ മല്ലാൽ പ്രഭു പറഞ്ഞപ്പോൾ വാസ് ക്വൈറ്റ് ഇൻട്രസ്റ്റഡ്. ഞാൻ വെച്ച് കുറച്ച് ശ്ലോകങ്ങൾ പറയായിരിക്കുന്നു. ബട്ട് ദെൻ ഇറ്റ് വാസ് എ കംപ്ലീറ്റ് സ്റ്റോറി. അത് ജേർണിയാണ് ഷെയർ ചെയ്തത്. ആൻഡ് അതിന്റെ ഇമ്പോർട്ടൻസ് ഇസ് റിയലി ഗോയിങ് ടു ഹെൽപ്പ് us. നമ്മളുടെ സിറ്റുവേഷൻ സ്പെഷ്യൽ നമ്മളെല്ലാം ഗോ ത്രൂ ചെയ്യുന്ന സിറ്റുവേഷനിൽ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ആവും, ബ്ലെസ്ഫുൾ ആവും. താങ്ക് യു സോ മച്ച്. ഐ എം ഗ്ലാഡ് ടു ബി പാർട്ട് ഓഫ് ദിസ് പ്രോഗ്രാം. ഹരേ കൃഷ്ണ. പ്രീത മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. നന്നായിട്ട് മാതാജി പ്രസന്റ് ചെയ്തു. നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ ഒരു റിഫ്രഷ്മെന്റ് പോലെ ആയിരുന്നു എല്ലാ കാര്യങ്ങളും. സ്തുതി ആയാലും അതുപോലെ തന്നെ പ്രഭുപാദർ പറഞ്ഞ കാര്യങ്ങളായാലും വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വീണ്ടും ഞാൻ വരുന്നു ശുഭമാതാജിയുടെ അടുത്തോട്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. നന്നായി കുന്തി ദേവിയെ പറ്റിയിട്ടും പിന്നെ ഭഗവാനെ പറ്റി കുന്തി ദേവിയുടെ സ്തുതിയും ഒക്കെ നന്നായി മനസ്സിലാക്കി തന്നതിന് മാതാജിയോട് വലിയ താങ്ക്സ് പറയുന്നു. അത് ഡെയിലി ചെല്ലാൻ വേണ്ടി ശ്രമിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സിമി മാതാജി ഉണ്ടോ അവിടെ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി വളരെ നന്നായിട്ട് പറഞ്ഞു തന്നു. വളരെ സിമ്പിൾ ആയിട്ടും അതുപോലെ വളരെ നന്നായിട്ടും അത് പറഞ്ഞു തന്നു. സന്തോഷം. ഹരേ കൃഷ്ണ. അമൃത മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. കുന്തി സ്തുതി വളരെ ഭംഗിയായി പറഞ്ഞു തന്നാൽ സന്തോഷം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനകത്ത് ആക്ഷേപങ്ങൾ അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ പ്ലീസ് റൈസ് ദ ഹാൻഡ്. ഹരേ കൃഷ്ണ. പറയാം. ഞാൻ
ഇന്നത്തെ ഹോസ്റ്റിലോട്ട് പോവുകയാണ്. അപ്പോഴത്തേക്ക് ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പറയാനുള്ളവർക്ക് തീർച്ചയായിട്ടും തയ്യാറാക്കി വെക്കാം. 2 മിനിറ്റ് അതിനു വേണ്ടിയിട്ട് തരുന്നു. പിന്നെ നമ്മുടെ സാധാരണഗതി നന്നു കൗണ്ട് ഡൗൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഹരേ കൃഷ്ണ. ഇന്നത്തെ നമ്മുടെ ഹോസ്റ്റ് നമ്മുടെ അഡ്വക്കേറ്റ് അനിൽകുമാർ ജിയാണ്. അനിൽ പ്രഭുവിനെ നമ്മൾ വിളിക്കുന്നു. പറയൂ ചേട്ടാ, എന്തുണ്ട്? മ്യൂട്ടാണ്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തില് നമ്മുടെ കുന്തി ദേവിയുടെ പ്രാർത്ഥന മാതാജി വളരെ ലളിതമായിട്ട് നമ്മളിൽ അവതരിപ്പിച്ചു. നന്ദി. ഏത് രീതിയിലുള്ള പ്രാർത്ഥനയായാലും തമ്പുരാനോട് പൂർണ്ണമായ ഒരു സറണ്ടർ എങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുള്ളൂ, ഭഗവാൻ കേൾക്കുള്ളൂ എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കാൻ സാധിച്ചത്. വളരെ ലളിതമായ രീതിയിൽ നമ്മളിൽ ഇത് അവതരിപ്പിച്ച് നമ്മുടെ ഓരോ രീതികളും നമുക്ക് മനസ്സിലാക്കി തന്ന മാതാജിക്ക് സാഷ്ടാംഗ നമസ്കാരം. ഹരേ കൃഷ്ണ. താങ്ക് യു. All glorification goes to Srila Prabhupada. All glorification goes to Guru and Gauranga. All glorification goes to Kundi Maharani. All glorification goes to ultimately Jai Shri Krishna Chandra Bhagavan ki Jai. Vancha kalpatarubhyacha kripa sindhubhyevacha patidanam pavanebhyo vaishnavebhyo namo. ഹരേ കൃഷ്ണ. എല്ലാവരോടും വളരെ നന്ദിയുണ്ട്. നമ്മൾ കൂടിച്ചേർന്നിരുന്ന് ഭഗവാനെ സ്തുതിച്ചെങ്കിൽ മാത്രമേ ഭഗവാനും ഒരു സന്തോഷമുള്ളൂ, നമുക്കും ഒരു സന്തോഷമുള്ളൂ. അത് ഭഗവാന് പ്രത്യേക ഒരു ഇഷ്ടമാണ്. വീണ്ടും പുതിയ സബ്ജക്റ്റുമായി ഭഗവാനെ പറ്റി ആയിട്ട് വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ താമസിയാതെ കാണും. തീർച്ചയായിട്ടും എല്ലാവരും അവരവരുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിളിച്ച് ഇതിന്റെ ആ ഒരു ഭാഗ്യം നുണയാനുള്ള അവസരം അവർക്ക് കൂടി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് സാധാരണ കിട്ടുന്ന ഭാഗ്യത്തെക്കാൾ ഇരട്ടി ഭാഗ്യം നമുക്ക് കൂടി കിട്ടും എന്നുള്ളത് ഒരു വാസ്തവം കൂടി ഞാൻ പറയുന്നു. അത്തരം ഒരു ഭാഗ്യത്തിനായി, മഹാഭാഗ്യത്തിനായി നമ്മൾ ഒരു കഥാപാത്രമാവുക. ഹരേ കൃഷ്ണ. ജയലക്ഷ്മി മാതാജി ഗ്രീൻസ് പറയൂ, എന്തുണ്ട്? മ്യൂട്ട്. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു സോ മച്ച് ഇത് ഓർഗനൈസ് ചെയ്തതിന്. പിന്നെ മാതാജി നെറേറ്റഡ് ഇറ്റ് സോ വെരി വെൽ. സ്റ്റോറി ആയാലും കുന്തി സ്തുതിയുടെ ഇമ്പോർട്ടൻസ് ആയാലും കേട്ടിട്ടുണ്ട്. അമ്മമാരൊക്കെ ഇതിന് ഭാഗവത സപ്താഹത്തിനൊക്കെ പോകുമ്പോൾ കുന്തി സ്തുതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ റിയൽ സ്റ്റോറി ഇന്ന് മാതാജി പറഞ്ഞപ്പോൾ ശരിക്കും മനസ്സിലായി. So a big thank you to you, Mataji, and all the devotees here. Thank you so much. Hare Krishna. Hare Krishna. എല്ലാവരോടും ഓരോരുത്തരെയും പേരെടുത്ത് ഞാൻ ഹരേ കൃഷ്ണ പറയുന്നു. എല്ലാവർക്കും ഞാൻ ആ പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. വീണ്ടും ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും, നമ്മുടെ കുടുംബത്തിന് എല്ലാ രീതിയിലും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, രാമ ഹരേ ഹരേ. ബ്രഹ്മി ശാങ്കവി പ്രത്യേകം ഹരേ കൃഷ്ണ. ഭദ്ര ഹരേ കൃഷ്ണ. ചെറിയ കുട്ടികളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ രാവിലെ വരുന്ന ചെറിയ കുട്ടികളാണ്. ബ്രഹ്മി ശാങ്കവി നല്ല രീതിയിൽ കഥകളും പാട്ടുകളൊക്കെ പാടും. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് അവരെ ഒന്നും നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്നില്ല. വേറൊരു അവസരത്തിൽ ഇതുപോലെ സന്ദേശവുമായി വരുമ്പം തീർച്ചയായിട്ടും അവർ പങ്കെടുക്കും. അതുപോലെ തന്നെ അല്ലു ഹരേ കൃഷ്ണ. ഇവരോടെല്ലാം കുട്ടികളാണെങ്കിലും നമ്മൾ ക്ഷമിക്കണമെന്ന് പറയും. അനഭി ഇവരോടെല്ലാം ചെറിയ കുട്ടികളാണെങ്കിലും ഭഗവാന്റെ നേരിട്ട് ഭഗവാൻ
കൊണ്ടുവന്ന് നമുക്ക് നമ്മുടെ മുന്നിൽ നിർത്തിയിരിക്കുന്ന ഭഗവാന്റെ അംശങ്ങളാണ്. അതുകൊണ്ട് അവർക്കും ഞാൻ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ക്ഷമിക്കണം. വീണ്ടും അവർക്ക് പാടാൻ അവരുടെ കഴിവുകൾ തെളിയിക്കാനും തീർച്ചയായിട്ടും അടുത്ത ഒരു സന്ദേശവുമായിട്ട് വരുമ്പോൾ ഉണ്ടാകും. ഹരേ കൃഷ്ണ. അപ്പോൾ കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നന്നു താങ്ക് യു പ്രഭു, താങ്ക് യു ഡിവോട്ടീസ്. സന്തോഷം. നേരത്തെ പറഞ്ഞ പോലെ അനിൽ പ്രഭു പറഞ്ഞ പോലെ all glories to Srila Prabhupada, all glories to the acharyas in our parampara. Thank you so much everybody. Hare Krishna. Hare Krishna. Nannu, Hare Krishna. Countdown start ചെയ്യാം. Nannu and Bhadra. Hare Krishna. 10. Okay, very good. 8, 7, 6, 1, 0. Dim. Nannu. Hare Krishna. Hare Krishna.